ദേവി ശരണം. നമ്മുടെ മുന്നിലെ ഇന്നത്തെ വിഷയം ശിവകുടുംബം, ആദർശ കുടുംബം എന്നുള്ളതാണ്. ശേഷം ഇന്ന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ സർക്കാരിന്റെ കണക്ക് വരുന്നതാണ് 3% ക്രൈം നടക്കുമ്പോൾ അതിൽ 1% കുടുംബ കലഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് സർക്കാരിന്റെ, നമ്മുടെ കേരള സർക്കാരിന്റെ കണക്ക് 2 ദിവസം മുമ്പ് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമാണെന്ന് പറയാനുള്ള കാരണം, ഇന്നത്തെ വിഷയം നമ്മൾ മുന്നിൽ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീ OS സതീശേഷനാണ്. അദ്ദേഹത്തിനെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ കൂടിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെ പേരിലും വൈദിക വിചാര സദസ്സിന്റെ പേരിലും അദ്ദേഹത്തെ ഞാൻ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഈ അറുപുകേട്ടൻ. നമുക്കറിയാം, അദ്ദേഹം ചെറുക്കൽ സ്വദേശിയാണ്. മുൻ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവായിരുന്നു, കൗൺസിലറായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കൂടാതെ മറ്റൊരു മുഖ്യ അതിഥി ഷൺമുഖേട്ടൻ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കൂടാതെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഈ കസേരയിൽ വന്നിരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനായി ശ്രീ അറുപേട്ടനെ വിനയപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. ദേവീശരണം. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ OS സതീഷ് ചുമതലകൾ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറയുകയുണ്ടായി. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ ഇന്ന് നമ്മുടെ നാട്ടിൽ 3 ക്രൈം നടക്കുമ്പോൾ ഒന്ന് കുടുംബ കലഹമായി ഉണ്ടാകുന്ന ക്രൈമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ പത്രം വായിച്ചാൽ തന്നെ അറിയാം, ഡോക്ടർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഒന്ന് തന്നെ അവിടെ പത്രത്തിലുണ്ട്. അതൊന്നും ഒരു കുടുംബകലഹം പോലെയാണ്. കാരണം നമ്മൾ വായിച്ചാൽ മനസ്സിലാകുക, അത് വിവാഹത്തിന്റെ മുമ്പ് ഉണ്ടായൊരു പ്രണയവും അതിനോട് ബന്ധപ്പെട്ട് അവർക്ക് സ്വർണവും പണവും കിട്ടേണ്ട ഒരു സാക്ഷിയാണ്. ഒരുപാട് നമ്മുടെ പത്രം വായിച്ചു നോക്കിയാൽ ഇത്തരം കുടുംബങ്ങൾ പല രീതിയിൽ നിന്ന് ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചത്. ഇത് ഒരു പരിധി വരെ ദൈവികമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈശ്വരനർപ്പിതമായ ഒരു കാഴ്ചപ്പാട് അവരുടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ അവര് ഇത്തരം വിഭവങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാം. എന്റെ അധ്യക്ഷ ഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പരിപാടി നമ്മളോട് സംവദിക്കുന്നതിനോട് നമ്മുടെ വൈദിക ട്രസ്റ്റിന്റെ 18ാമത് വാർഷികമാണ്. ഈ 18 വർഷത്തിനിടയിൽ ഈ വേദിയിൽ ഒരുപാട് പല വിഷയങ്ങളും അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുകയും നമ്മുടെ അറിവില്ലാത്ത ഒരുവിധം അറിവിനെ പ്രദാനം ചെയ്യുകയും ചെയ്ത ഒരു സദസ്സാണ് ഈ ശോഭാപറമ്പ് ക്ഷേത്രത്തിൽ 18 വർഷമായി വൈദിക വിചാര സദസ്സ്. നമുക്കറിയാം, നമ്മുടെ ഈ സദസ്സിന്റെ ഉദ്ഘാടനം തന്നെ അഡ്വക്കേറ്റ് KN ഖാദർ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആ വേദിയിൽ ഇരിക്കാനും ആ പ്രഭാഷണം സവിസ്തരം കേൾക്കാനും അവസരം തന്ന ഇതിന്റെ സംഘാടകരോടും പ്രത്യേകിച്ച് നമ്മുടെ ശോഭാപറമ്പ് ഭഗവതിയോടും അദ്ദേഹത്തിന്റെ ആ ഭാഷണം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോയില്ല. അദ്ദേഹത്തിന് നിയമസഭയില് ഒരു പ്രഭാഷണം നടത്തി. നിയമസഭയില് മലബാർ ക്ഷേത്ര ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം ആ ചർച്ച നടത്തിയത്. പോലും നമുക്ക് കേൾവി ഇല്ലാത്തത് പോലും അദ്ദേഹം ചോദിക്കുന്നത് നമ്മുടെ അവിടുത്തെ ഭരണകക്ഷിയോട്, നിങ്ങൾ ഈ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രങ്ങളൊക്കെ പോകണം. ആ ക്ഷേത്രങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞത്. അത്തരം ഒരു അറിവുള്ള, നമ്മളിൽ അപ്പുറമുള്ള അന്യമതസ്ഥരായ പോലും നമ്മുടെ വേദങ്ങളും ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആ ഒരു ചിന്ത, ദൈവികമായ ചിന്ത നമുക്ക് ഗുണം ചെയ്യും. അത് നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ആദരണീയനായ OS സതീഷിയെ വിനയപുരസരം ഈ വൈദിക വിചാര സദസ്സിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ നമസ്കാരം. വന്ദേ മാതരം. ഈ
20 വരെ ജീവിക്കാം. ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ തിരുനടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൈദിക വിചാര സദസ്സിന്റെ ഇന്നത്തെ സഭയുടെ പ്രഥമ വ്യക്തിത്വം ശ്രീ അറുമുഖൻ അവர்கள் വേദിയിലും സദസ്സിലുമായി വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. ശിവകുടുംബം, ആദർശ കുടുംബം, ഇതാണ് ഇന്ന് നിശ്ചയിക്കപ്പെട്ട വിഷയം. നമ്മളെല്ലാം ജീവിക്കുന്ന നമ്മുടെ ഈ ഭാരത ഭൂമി, ഭാരതം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം, സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ അത് കുടുംബം എന്ന നമ്മളുടെ അടിസ്ഥാന ശിലയാണ്. കുടുംബത്തെ കുറിച്ചാണ്, കുടുംബപരമായ ധർമ്മങ്ങളെ കുറിച്ചാണ് ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന. കുടുംബം എന്ന വാക്കിന് ആരാണ് ഉണ്ടാക്കിയത് എന്ന് അറിഞ്ഞുകൂടാ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലും കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം ഇതല്ല. മറിച്ച് കുടുംബം എന്നാൽ കുടുംബയതേ, പാലയതേ എന്നാണ് അർത്ഥം. എവിടെയാണോ പാലിക്കപ്പെടുന്നത് അതാണ് കുടുംബം. എവിടെയാണോ താന്താങ്ങളുടെ ധർമ്മത്തെ നാം പാലിക്കുന്നത് ആ ഇടമാണ് കുടുംബം. അപ്പോൾ കുടുംബം എന്നാൽ പാലിക്കുന്ന ഇടം എന്നാണ്, അല്ലാതെ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നല്ല. നമ്മുടെ പ്രശ്നം, നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിക്ഷിപ്തമായ നമ്മുടെ ധർമ്മത്തെ ഏറ്റവും നന്നായി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യേണ്ട ഇടമാണ് കുടുംബം എന്നുള്ളത്. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് ഇവിടെ. എന്താണ് ഞാൻ ചെയ്യേണ്ട ധർമ്മം? അമ്മ, അച്ഛൻ, ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെ നിരവധി തരത്തിലുള്ള ചുമതലകളുണ്ട് നമുക്കെല്ലാം. അങ്ങനെയുള്ള നമ്മളെല്ലാവരും എന്ത് ധർമ്മമാണ് പരിപാലിക്കേണ്ടത്? സംശയം വേണ്ട. നാം പരിപാലിക്കേണ്ടത് നമ്മളിൽ നിക്ഷിപ്തമായ ഒരു മുഖ്യ ധർമ്മം ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ ചെയ്യേണ്ട അവശ്യ കർത്തവ്യം ഓരോരുത്തർക്കുമുണ്ട്. എന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില കർത്തവ്യങ്ങളുമുണ്ട്. അങ്ങനെ അവശ്യം ചെയ്യേണ്ട മുഖ്യ ധർമ്മവും വന്നു ചേരുന്ന ഗൗണധർമ്മങ്ങളും ഞാൻ ഏറ്റവും നന്നായി ചെയ്യുമ്പോഴാണ് ഞാൻ എന്റെ ധർമ്മം പരിപാലിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബം എന്നാൽ ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തെ പരിപാലിക്കുന്ന ഇടം. അവനവന്റെ മുഖ്യ ഗൗണ ധർമ്മങ്ങളെ, അവനവന്റെ നിത്യ നൈമിത്തിക ധർമ്മങ്ങളെ, കർമ്മങ്ങളെ നാം അനുഷ്ഠിക്കേണ്ട ഇടത്തിന്റെ പേരാണ് കുടുംബം എന്നുള്ളത്. അല്ലാതെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഞങ്ങൾക്ക് വലിയ കെട്ടിടമുണ്ട്, ശീതീകരിച്ച മുറിയുണ്ട്, വേഗത്തിലോടുന്ന വാഹനങ്ങളുണ്ട്, എല്ലാം കൊണ്ടും സുഖം, സൗകര്യം, വിരൽത്തുമ്പിലെ വിസ്മയ ജാലികയുണ്ട് കയ്യിൽ, ഇതൊന്നും അല്ല കുടുംബം. അത് കെട്ടിടമാണ്, കെട്ടിടത്തിൽ കുറെ മനുഷ്യക്കോലങ്ങളുണ്ട്, അത് ഹാപ്പി ഹോം ആണ്, പക്ഷെ അത് കുടുംബമല്ല. കുടുംബമാകുന്നത് ഓരോരുത്തരിലും നിക്ഷിപ്തമായ ധർമ്മത്തെ സുവ്യക്തമായി ചെയ്യുക, അതിൽ ലോപം വരാതെ ഏറ്റവും പ്രകാശപൂരിതമായി ചെയ്യുക. അതുകൊണ്ട് ഈ കുടുംബ സംവിധാനമാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ ശിവകുടുംബത്തിലെ കുടുംബം എന്ന വാക്കിന്റെ പിന്നിലുള്ള അർത്ഥം. ഒരു കുടുംബം കുടുംബമാകണമെങ്കിൽ 3 നിയമങ്ങൾ അവിടെ പാലിക്കണം. അതിലൊന്ന്, ഒരാൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കും എന്ന് വിചാരിക്കുന്നു. ഒരു കെട്ടിടത്തിൽ നിന്ന്, നമ്മൾ ഒരു വീടിൽ നിന്ന് കുടുംബമായി നമ്മൾ ഉയരുമ്പോൾ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും 3 ധർമ്മത്തെ, 3 കർത്തവ്യങ്ങളെ, 3 മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. ആ 3 മൂല്യവും നാം മുറുകെ പിടിച്ച് ഓരോരുത്തരും ജീവിച്ചാൽ സ്വാഭാവികമായും നാം ഒരു കുടുംബമായി മാറും. അതിൽ ഒന്നാമത്തത്, ഒരാൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം. രണ്ടാമത്തത്, ഒരാൾ അവനവന്റെ ആവശ്യങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ, നടപ്പിലാക്കുവാൻ വേണ്ടി മത്സരിക്കണം. 3, ഞാൻ
എന്റെ, എനിക്ക് എന്നൊക്കെ പറയാതെ നാം, നമ്മൾ, നമുക്ക് എന്ന് പറയുന്ന വിശാല വൃത്തത്തിലേക്ക് ഉയരണം. ചെറിയ വൃത്തത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഉയർന്ന വിശാല വൃത്തത്തിലേക്ക് ഉയർന്ന നാം, നമ്മൾ, നമുക്ക് എന്ന് പറയാൻ തുടങ്ങണം. ഈ 3 മൂല്യങ്ങൾ എവിടെ നടപ്പിലാക്കുന്നുവോ അവിടത്തെയാണ് നാം കുടുംബം എന്ന് വിളിക്കുന്നത്. 2 കാര്യങ്ങളാ പറഞ്ഞത്. കുടുംബം എന്നാൽ കുടുംബയതേ പാലയതേ ഇതി കുടുംബം. ഒരു കുടുംബം കുടുംബമാകണമെങ്കിൽ 3 കാര്യങ്ങൾ, 3 മൂല്യങ്ങളെ സംരക്ഷിക്കണം. ആ 3 മൂല്യങ്ങളെയും മനസ്സിൽ വെക്കണം. നമ്മൾ ഈ പറഞ്ഞ 2 വൃത്തിയിലുമുള്ള 2 തത്വങ്ങളിലും അടിസ്ഥാനമാക്കി ജീവിക്കുന്ന, നമുക്കെല്ലാം അനുകരിക്കാൻ പറ്റുന്ന, നമ്മുടെ മുന്നിൽ ഒരു ഐഡിയൽ ഫാമിലിയായി, ഒരു ആദർശ കുടുംബമായി ജീവിച്ച മാതൃകയായ ഏതെങ്കിലും കുടുംബമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ പിൻപറ്റി നമുക്കും അത് മാതൃകയാക്കി അനുകരിക്കാമല്ലോ. അങ്ങനെ അനുകരിക്കാൻ നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ലൊരു കുടുംബ സംവിധാനമുണ്ട്. അതാണ് നമ്മുടെ പാരമ്പര്യത്തിലെ, സനാതന ധർമ്മത്തിലെ, ഈ ഭാരത വർഷത്തിലെ ഏറ്റവും നല്ല കുടുംബം എന്ന് പറയുന്നത്. അതാണ് ശിവകുടുംബം എന്നുള്ളത്. ഇന്നത്തെ ഒരു കാലം വെച്ച് നോക്കിയാൽ നാം 2, നമുക്ക് 2 എന്ന് പറഞ്ഞ പരമശിവനും പാർവതിയും 2 മക്കളും 4 പേരടങ്ങുന്ന സമൃദ്ധമായ ഒരു കുടുംബം. കൂട്ടുകുടുംബം ഇല്ലായ്മയാണ് ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നവർ താങ്കൾ ചെയ്യേണ്ട ധർമ്മത്തെ ചെയ്യാതെ കൂട്ടുകുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് പകരം അതേ അണുകുടുംബമായി നമ്മുടെ മുന്നിൽ, എന്നാൽ സമ്പന്നമായ ഒരു കൂട്ടുകുടുംബമായി നമ്മുടെ മുന്നിൽ ജീവിച്ച ഈ 4 വ്യക്തിത്വങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കാം. കൂട്ടുകുടുംബം ഇല്ലായ്മയാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്നൊന്ന് പറഞ്ഞ് തടി തപ്പരുത്, ദയവ് ചെയ്ത്. എന്നും നമുക്ക് 4 പേരോ 5 പേരോ ഒക്കെ ഉള്ളു വീട്ടിൽ. അമ്മ, അച്ഛൻ, മക്കൾ, കഴിഞ്ഞു. മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ട്. നമ്മുടെ ഋഷിമാരുടെ ചരിതം മുഴുവൻ എടുത്താൽ അവിടെ കൂട്ടുകുടുംബമൊന്നുമില്ല. മരുമക്കത്തായുമൊക്കെ ഉണ്ടായിരുന്ന, വേണമെങ്കിൽ 1, 2 നൂറ്റാണ്ടുകൾ വേണമെങ്കിൽ എടുത്തോളൂ, അത്രയേ ഉള്ളൂ ഈ കൂട്ടുകുടുംബം. അതിനു മുൻപ് ഏത് കൂട്ടുകുടുംബം? ഒരു കൂട്ടുകുടുംബവും ഇല്ല. അമ്മ അമ്മയുടെ ധർമ്മം ചെയ്യും, അച്ഛൻ അച്ഛന്റെ ധർമ്മം ചെയ്യും. അങ്ങനെ സമൃദ്ധമായ ആദർശശുദ്ധിയുള്ള, ധാർമ്മിക ബോധമുള്ള തലമുറയെ അവർ 2 പേരും ചേർന്ന് വളർത്തും. അങ്ങനെ സമ്പന്നമായ കുടുംബം ഉണ്ടാകും. അത് തന്നെയാണ് ശിവകുടുംബത്തിലും 4 പേരുള്ളൂ. ഇന്നും നമ്മുടെ വീട്ടിലൊക്കെ 4 പേരേ ഉള്ളൂ. ആ 4 പേര് ഉണ്ടാക്കാനും ചില കാരണങ്ങളുണ്ട്. അത് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി പൂർണ്ണ സ്വരാജൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ പഞ്ചവത്സര പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആദ്യം ആ കാലം 50കൾക്ക് ശേഷം വരുന്ന ആ ദിവസങ്ങളൊക്കെ ഓർക്കണം. ഭാരതം വികസിക്കണം. വികസിക്കാത്തതിന്റെ പ്രധാന കാരണം ജനസംഖ്യാ വിസ്ഫോടനമാണ്, ജനസംഖ്യ വർദ്ധിക്കുന്നതാണ്. ഈ ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ജനസംഖ്യ ഭാരതത്തിൽ വർദ്ധിക്കരുത്. അതിനുവേണ്ടി ഭാരതത്തിൽ ഉണ്ടാക്കിയ ഒരു ആപ്തവാക്യമാണ് നാം 2 നമുക്ക് 2 എന്നുള്ളത്. ഇവിടെ മുതിർന്നവർക്കൊക്കെ അറിയാം, പഴയ സർക്കാരിന്റെ പഞ്ചായത്തിന്റെയും ഒക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയ നമ്മൾ 4 തല കണ്ടിട്ടുണ്ട് ചുമരിൽ. മുടി പിന്നിയിട്ട, മെടഞ്ഞിട്ട 2 തലയും മുടി പിന്നിയിടാത്ത 2 തലയും. ചിലത് വൃത്താകൃതിയിലും ചിലത് ത്രികോണാകൃതിയിലുമുള്ള 4 തലകൾ. അതിന്റെ മുകളിൽ ഒരു ആപ്തവാക്യം, കുടുംബാസൂത്രണം. അതിന്റെ താഴെ ഒരു വരി, നാം 2 നമുക്ക് 2. കണ്ടവരാണ് മുതിർന്നവരൊക്കെ. ഇത് ആദ്യം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ വികസനത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് ജനസംഖ്യയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഒരു സർക്കുലർ ഒക്കെ അയച്ചു. നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ആ സർക്കുലർ എങ്ങനെയാണ്? ഹിന്ദിയിലാണല്ലോ വരിക. ബച്ചോ ഏക് ഓർ ദോ ബസ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ബച്ചോ കുട്ടികൾ, ഏക് ഓർ ദോ 1 അല്ലെങ്കിൽ 2, ബസ് മതി. കുട്ടികൾ 1 2 മതി. ഹിന്ദുക്കളായ സമൂഹം
രാഷ്ട്രത്തിന്റെ ഉന്നതിയെ കുറിച്ച്, രാഷ്ട്രത്തിന്റെ വികസനത്തെ കുറിച്ച്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച്, രാഷ്ട്ര നന്മയെ കുറിച്ച്, രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ നിന്ന് രാഷ്ട്രോന്മുഖമായ നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ച് ആ ആപ്തവാക്യത്തെ സ്വീകരിച്ചു. നമ്മൾ രണ്ട്, നമുക്ക് രണ്ട്. എന്നാൽ ഈ ഹിന്ദിയൊക്കെ അത്രയങ്ങൊരു വശമില്ലാത്ത മറ്റൊരു വിഭാഗത്തിന്റെ സമൂഹത്തിലും ഈ ലെറ്റർ വന്നിരുന്നു. രാഷ്ട്രമല്ല, എന്റെ മതമാണ് മുഖ്യം എന്ന് പറയുന്ന, എന്റെ ജീവിതവൃത്തിയാണ് മുഖ്യം എന്ന് പറയുന്ന, രാഷ്ട്രോന്മുഖം എന്നത് എന്റെ മതത്തിന്റെ അപ്പുറത്തല്ല, എന്റെ മതത്തിന്റെ ഇപ്പുറത്താണ് എന്ന് അവര് വായിച്ച് മനസ്സിലാക്കി. ബച്ചോ ഏക് ഓർ ദോ ബസ്, കുട്ടികൾ ഒന്നോ രണ്ടോ ബസ് നിറയെ. എത്ര എണ്ണ അവരെ വീട്ടിൽ? നമ്മുടെ ബസ്സല്ല, അവരുടെ ബസ്. ഒരു രാഷ്ട്രം സന്തുലിതമായി നിലനിൽക്കണമെങ്കിൽ ജനസംഖ്യ എന്നത് ഓരോ മതവിഭാഗങ്ങളും രാഷ്ട്രത്തെ മുൻകൂട്ടി കണ്ട്, രാഷ്ട്ര നന്മയെ കണ്ട് അതിലൊരു മിതത്വം പാലിക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ. കുട്ടികൾ ഒന്നോ രണ്ടോ മതി. ഒരു മതവിഭാഗം മാത്രം രാഷ്ട്ര നന്മയെ കാണാം, മറ്റൊരു മതവിഭാഗം മതമൂല്യങ്ങളെ മാത്രം മുറുകെ പിടിക്കുക. എങ്ങനെയാ രാഷ്ട്രം മുന്നോട്ട് പോകുക? 14 സീറ്റ്, 28 സീറ്റ്, 33 സീറ്റ്, 48 സീറ്റ് ഒക്കെയാണ് അവരുടെ വീട്ടിൽ. നമുക്കോ പണ്ടത്തെ ആപ്തവാക്യമാണ്, ഒരു 10-70 വർഷം മുമ്പുള്ളതാണ്. നാം രണ്ട്, നമുക്ക് രണ്ട്. ഹിന്ദു പുരോഗമിച്ചപ്പോൾ നമ്മുടെ പുതിയ തലമുറ അതിന് മാറ്റം വരുത്തി. നമ്മളൊന്ന്, നമുക്കൊന്ന്, പുറമേ ഉള്ളൂ. എല്ലാ വീട്ടിലും ഒരെണ്ണം. പല കാരണങ്ങൾ ഉണ്ടാവാം, എന്നാലും ആപ്തവാക്യം ഒന്ന്. ഇനി വരുന്ന തലമുറ മിക്കവാറും പറയാൻ സാധ്യത നമ്മൾ ഒന്നുമില്ല, നമുക്കൊന്നും വേണ്ട. മിക്കവാറും ഹിന്ദുവിനെ കാണണമെങ്കിൽ ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയി, കുട്ടികളൊക്കെ മ്യൂസിയം കാണാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ദിനോസറിനെ കൈ ചൂണ്ടിയിട്ട് ചോദിക്കില്ലേ, ഇത് ഏതാ ജീവി? ഇത് ദിനോസർ ആണ്. പതിയിരുന്ന അപകടങ്ങളെയും തനിക്ക് ബാധിക്കുന്ന, തന്റെ ശരീരത്തെ ബാധിക്കുന്ന, ബൃഹത്തായ ശരീരത്തെ ബാധിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാതെ സ്വയം ഒതുങ്ങിയ ആ ജീവിയെ പോലെ തൊട്ടപ്പുറത്ത് മ്യൂസിയത്തിൽ ഒരു രൂപം കണ്ടു. നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയും മുട്ടോളം മുടിയുള്ള മലയാളം അങ്ക, അതിൽ തുളസിക്കതിലുമൊക്കെ നുള്ളി വെച്ച ആ ഭാരതത്തിന്റെ ആ അമ്മ. ആ ചിത്രം കാണിച്ച് കുട്ടികൾ ചോദിക്കും, ഇതേതാ? ഇതാണ് മക്കളെ ഹിന്ദു. ഒക്കെ നശിച്ചു. കാലത്തിന്റെ മാറ്റം മനസ്സിലാക്കിയില്ല, കാലത്തെ മനസ്സിലാക്കിയില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ അവനവന്റെ ധർമ്മത്തെയും സംരക്ഷിക്കാതെ ചത്തൊടുങ്ങി നശിച്ചു പോയ സമൂഹത്തെ മ്യൂസിയത്തിലും കാണാം. കാരണം നമ്മൾ ഒന്നുമല്ല, നമുക്കൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന പുതിയ തലമുറയുടെ കാലത്താണ് ജീവിക്കുന്നത്. അതെന്തു ആവട്ടെ, ഇവിടത്തെ ശിവകുടുംബത്തിൽ അച്ഛൻ പരമേശ്വരൻ, അമ്മ പാർവതി, മക്കൾ 2 പേർ, സുബ്രഹ്മണ്യനും ഗണപതിയും. നാം 2, നമുക്ക് 2 എന്ന് ആദ്യം പറഞ്ഞ സർവേശ്വരന്റെ കുടുംബം. എല്ലാ വീട്ടിലും ഒരു അച്ഛനുണ്ട്. ആ വീട്ടിലുള്ളത് അച്ഛനാണ്, ഡാഡിയല്ല എന്ന് മനസ്സിലാക്കണം. അച്ഛനാണ് വീട്ടിലുള്ളത്. ആ വീട്ടിൽ അച്ഛനെ പോലെ തന്നെയാണ് ഇവിടത്തെയും അച്ഛൻ. ഏതാ ഇവിടത്തെ അച്ഛൻ? പരമശിവനാണ്. ഒരു പാഷനും ഇല്ലാത്ത അച്ഛൻ. വിവാഹം കഴിയുന്നതിന് മുൻപോ പുള്ളി അങ്ങനെ തന്നെയായിരുന്നു പണ്ട്. ഒരു ഫാഷനും അറിയില്ല. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ മുറിച്ച് നല്ല വൃത്തിയായി നടക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല. ജട പിടിച്ച മുടിയുമായി അങ്ങനെ നടക്കും. നല്ല ലിനന്റെ അല്ലെങ്കിൽ ഖാദിയുടെ അല്ല വലിയ പണവും പത്രാസവും കാണിക്കുന്ന നല്ല വസ്ത്രമൊന്നും എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ അത് ചെയ്യില്ല. മരമുടി ധരിച്ച് അങ്ങനെ നടക്കും. നല്ല പൗഡറും പെർഫ്യൂമും ചന്ദനലേപനങ്ങളെല്ലാം അണിഞ്ഞ് മുഖസൗന്ദര്യം മാറ്റുകൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ചുടലക്കളത്തിലെ ഭസ്മമെടുത്ത് ആ വിഭൂതി അങ്ങ് ശരീരത്തിൽ അങ്ങ് പൂശി നടക്കുന്ന ഒരു അച്ഛൻ. നല്ല കിടക്കയുണ്ട്, മെത്തയുണ്ട്, കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. പാറപ്പുറത്ത് വെറുതെ അങ്ങ് കിടന്നുറങ്ങൂ. സുന്ദരന്മാരായ സുമുഖന്മാരായ കൂട്ടുകാരെ കണ്ടെത്തി കൂടെ ചേർക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല. ഭൂതഗണങ്ങളുമായി സല്ലപിക്കും. നല്ല താളലയ വിന്യാസമുള്ള നൃത്തകലയുണ്ട്, അതൊന്ന് ആസ്വദിക്കൂ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. താണ്ഡവം മാത്രമേ ചെയ്യൂ, അതേ അറിയൂ. നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒന്ന് ധരിച്ചു നടക്കൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല. നമ്മൾ വെറുപ്പോടെ ഭയത്തോടെ കാണുന്ന പാമ്പിനെ, സർപ്പത്തെ കഴുത്തിലും തലയിലും അങ്ങണിഞ്ഞ് നടക്കും. ഏതായി അച്ഛൻ?
ഇന്നത്തെ അച്ഛനും ആ അച്ഛനും തമ്മിലൊരു വ്യത്യാസമില്ല. വിവാഹത്തിന് മുൻപൊക്കെ കുറെ അധികം സൗന്ദര്യ ആരാധനയും സൗന്ദര്യ സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് അച്ഛനാണ് പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വരുന്നതെങ്കിൽ കുട്ടികൾ പ്രത്യേകം അച്ഛനോട് പറയും, അച്ഛൻ ഡൈ ചെയ്യാതെ സ്കൂളിൽ ചെന്നാൽ അച്ഛനെ ഞങ്ങൾ ഡൈ ആക്കി കളയും എന്ന് പറയും. കാരണം അച്ഛന് വെള്ളിത്തലമുടിയൊക്കെ കണ്ടു തുടങ്ങി, രോമങ്ങളെല്ലാം വെളുത്തു തുടങ്ങി, നല്ല വെള്ളിക്കമ്പി പോലെയുള്ള മുടികളുമായിട്ട് സ്കൂളിൽ ചെന്ന കൂട്ടുകാരികൾ എന്നെ കളിയാക്കുമെന്ന് കുഞ്ഞ് വളരെയധികം വിഷമത്തോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഡൈ ചെയ്യാതെ അച്ഛൻ സ്കൂളിൽ വരണ്ട. അച്ഛൻ ഇപ്പോ വലിയ ഫാഷൻ ഒന്നുമില്ല, പണ്ട് എന്നും ഷേവൊക്കെ ചെയ്തിരുന്നു, അതിലൊന്നും താല്പര്യമില്ല. ഈ അച്ഛൻ, ഇതാണ് ഭാരതത്തിലെ ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഫാദർ സെന്റേർഡ് ഫാമിലിയാണ്. ഏതാ നമ്മുടെ കുടുംബം? ഫാദർ സെന്റേർഡ് ഫാമിലി. അച്ഛനാണ് നമ്മുടെ വീടിന്റെ കേന്ദ്ര കഥാപാത്രം. അച്ഛൻ എന്ന ഗ്രഹത്തെ ചുറ്റി ഉപഗ്രഹങ്ങളായ അമ്മയും മക്കളും ഒക്കെ ആ ഗ്രഹത്തെ ചുറ്റി അങ്ങനെ കറങ്ങും. അച്ഛനാണ് വീട്ടിലെ സർവ്വകാര്യങ്ങളും തീരുമാനിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു 9ാം ക്ലാസ്സുകാരിയോട് ഞാൻ ചോദിച്ചു, രാവിലെ എന്താ കഴിച്ചത് മോളെ എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, സാർ കഞ്ഞിയാ സാർ. രാവിലെ കഞ്ഞി കുടിക്കാൻ നിനക്ക് ഇഷ്ടമാണോ മോളെ? ഇഷ്ടമല്ല സാർ. പിന്നെന്തേ നീ കഞ്ഞി കുടിച്ചേ? അച്ഛന് കഞ്ഞിയാണ് ഇഷ്ടം, അമ്മ അത്ത ഉണ്ടാക്കും സാർ. അമ്മ അത്ത ഉണ്ടാക്കും. കാരണം അച്ഛനാണ് വീടിന്റെ കേന്ദ്ര കഥാപാത്രം. നമ്മുടെ വീടുകൾ ഫാദർ സെന്റേർഡ് ഫാമിലിയാണ്. വൈകുന്നേരം എന്താ കഴിക്കുക മോളെ? വൈകുന്നേരം കഞ്ഞി തന്നെയാ സാർ. വൈകുന്നേരം കഞ്ഞി നിനക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല സാർ. പിന്നെ അപ്പൊ എന്തുണ്ടാക്കും? സാർ അച്ഛന് കഞ്ഞിയാ ഇഷ്ടം സാർ. അമ്മ അത്ത ഉണ്ടാക്കും. കാലം മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാവിലെ ഒരു 7 മണിക്ക് ചെന്നു. 7 മണിക്ക് ചെന്നപ്പോൾ ആ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ചേർന്നിരുന്ന, മുഖം ചേർത്തിരുന്ന അദ്ദേഹം എന്തൊക്കെയോ കഴിച്ച് വലിച്ച് വാരി കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മേ പരാജയപ്പെടുക. നോക്കിയപ്പോ മനസ്സിലായത് നൂഡിൽസാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീയും തുടങ്ങിയ നൂഡിൽസ് കഴിക്കാൻ? എന്ത് പറയാനാ, പിള്ളേർക്കൊക്കെ പൊതു മതി. അപ്പോ ഇന്ന് കുട്ടികൾക്ക് എന്ത് വേണോ അതേ അമ്മ ഉണ്ടാക്കും. അച്ഛനോ? അച്ഛൻ പോയി ഫാദർ സെന്റേർഡ് ഫാമിലിയുടെ സ്ഥാനത്ത് ചൈൽഡ് സെന്റേർഡ് ഫാമിലിയായി. ഇന്ന് അമ്മ നോക്കുന്നത്, അമ്മയല്ല മമ്മി നോക്കുന്നത്, കുട്ടികൾക്ക് എന്ത് വേണോ അതേ ഉണ്ടാക്കും. പണ്ട് അച്ഛനനുസരിച്ച് അമ്മയ്ക്കനുസരിച്ച് സ്വജീവിതത്തെ കരുപ്പിടിപ്പിച്ചിരുന്ന കുഞ്ഞുങ്ങൾ അവരവരുടെ വാശിക്കും അവരവരുടെ ഇഷ്ടത്തിനുമനുസരിച്ച് കുടുംബം അപ്പാടെ മാറി. ഇന്ന് വീട്ടിൽ വൈകുന്നേരമായാൽ ഒരു 6:30 മണിയായി കഴിഞ്ഞാൽ മുത്തശ്ശിയും മുത്തച്ഛനും ഏറ്റവും അധികം തല്ലുകൂടുന്നത് ആരോടാ? 3, 3.5, 4 വയസ്സുള്ള നരിന്തിനോട്, ടിവിയുടെ റിമോട്ടിന് വേണ്ടി. ഈ റിമോട്ട് ഇന്ന് ആരുടെ കയ്യിലാ? ആരെ തീരുമാനിക്കുന്ന ഏത് ചാനൽ വെക്കണമെന്ന്? ആ വീട്ടിലെ പൂർണ്ണ കാര്യങ്ങളുടെയും നിയന്ത്രണം ഇന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിലാണ്. ഇന്ന് നമ്മുടെ വീടുകൾ ചൈൽഡ് സെന്റേർഡ് ഫാമിലിയാണ്. ശരിക്കും അച്ഛനാണ് ഒരു വീടിന്റെ കേന്ദ്രബിന്ദു. എന്താ അച്ഛന്റെ ധർമ്മം? 5 വയസ്സ് വരെ അമ്മ കുഞ്ഞുങ്ങളെ വളർത്തും. 5 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷം കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് അച്ഛനാണ്. ദശവർഷാണി ദാസ്യവത്. 10 വർഷം അച്ഛന്റെ ട്രെയിനിങ് ആണ്. അച്ഛനാണ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, പ്രത്യേകിച്ചും പെൺമക്കളെ. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരൊക്കെ വെറുതെയെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് നമ്മുടെ അച്ഛനല്ല. അച്ഛനാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്ര കഥാപാത്രം. അച്ഛനിൽ നിന്നാണ് എനിക്ക് ഇൻഫോർമേഷൻ മുഴുവൻ കിട്ടിയത്. അച്ഛനാണ് വൈകുന്നേരം കടയിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് അച്ഛൻ പറയുന്ന നാളെ ഹർത്താലാണ്. കാരണം അന്ന് പത്രമില്ല, റേഡിയോ ഇല്ല, TV ഇല്ല. ആരാ എനിക്ക് വേണ്ട ഇൻഫോർമേഷൻ തരുന്നേ? എന്റെ അച്ഛനാണ്. അച്ഛനാണ് പ്രകൃതിയെ, ജീവജാലങ്ങളെ, ചെടികളെ, പൂക്കളെ എല്ലാം എന്റെ അച്ഛനാണ് എന്നെ പരിചയപ്പെടുന്നത്. പേരക്ക
മൂത്തിട്ടുണ്ടോ എന്നറിയാൻ നഖമമർത്തി ഒന്ന് നോക്കിയാൽ മതിയടാ എന്ന് പഠിപ്പിച്ചതും എന്റെ അച്ഛൻ. ചെറുളയും മുത്തങ്ങയും മുക്കുറ്റിയും തുടങ്ങി സർവ്വ ജീവജാലങ്ങളെയും എന്റെ അച്ഛനാ എന്നെ പരിചയപ്പെടുത്തി. അച്ഛനിൽ നിന്ന് വാങ്ങിയ ഈ സംസ്കാരത്തിൽ, വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ഞാൻ വളരാൻ തുടങ്ങിയത്. കാരണം അച്ഛന് 16 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാമൂഹ്യ ബോധം കൊടുക്കേണ്ടത് അച്ഛനാണ്. വ്യക്തിബോധം അമ്മ കൊടുത്തോളും 5 വയസ്സ് വരെ. അവനെ ഒരു സാമൂഹ്യ വ്യക്തിത്വമാക്കുന്നത് അച്ഛനായിരിക്കണം. 5 വയസ്സ് വരെ അമ്മയ്ക്ക് ഡ്യൂട്ടിയുള്ളൂ. 5 വയസ്സ് വരെ അച്ഛൻ ഇടപെടുകയും വേണ്ട. പക്ഷെ 10 വർഷം അച്ഛന്റെ കയ്യിലാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലത്തിൽ അച്ഛൻ വളർത്തേണ്ടത് പെൺമക്കളെയാണ്. ഇന്ന് പെൺമക്കളെ വളർത്തുന്നത് അച്ഛനാണോ അമ്മയാണോ? ഇന്നത്തെ ഏതാണ്ട് ചുറ്റുപാട് നോക്കിയാൽ മമ്മി എന്ന് പറയാൻ പറ്റൂ, അമ്മ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് മമ്മി വളർത്തും. അച്ഛൻ വളർത്തിയ പെൺമക്കളെ കുറിച്ച് നാം കേൾക്കണം. രാമായണം, വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിൽ സീതയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ത്രയംബകം, സുനാഭം, ശൈവജാപം എന്നു പേരുള്ള വില്ല് മത്സരത്തിന് വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട്. രാമൻ വിശ്വാമിത്രനോടൊപ്പം വന്നു ചേരുന്ന സമയത്ത് ജനകൻ ഈ പല്ലിവില്ലിന്റെ പിന്നിലുള്ള ഐതിഹ്യം പറയുന്നു. രാമ, ഈ പല്ലിവില്ല് നിനക്കെടുത്ത് ഉയർത്തണമെന്നല്ലേ പറയുന്നേ, ഇതിന്റെ പിന്നിലുള്ള ചരിത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞതിന്റെ ചരിതം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, എനിക്ക് പണ്ട് യാഗം നടത്തിയപ്പോൾ യാഗസ്ഥലി ഉഴുതുമറിച്ചപ്പോൾ കരി തട്ടി മണ്ണിൽ നിന്ന് ഭൂമി മാതാവ് എനിക്ക് തന്ന കുഞ്ഞാണ്. ഉഴവചാലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ അവളെ സീത എന്ന് പേരിട്ട് വിളിച്ചു. എന്റെ പൊന്നോമനയായി, എന്റെ പ്രാണനായി, എന്റെ പ്രാണന്റെ പ്രാണനായി ഞാൻ അവളെ വളർത്തി. എന്റെ മകൾ വളർന്ന താരുണ്യത്തിലേക്ക്, കൗമാരഭാവത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവൾ സർവാംഗ സുന്ദരിയായി. പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം. സർവ അംഗങ്ങളിലും സൗന്ദര്യം വന്നു അവൾക്ക്. അവൾ മോഹനാംഗിയായി, സുകുമാരാംഗിയായി. അവൾ മനോഹര ഗാത്രത്തോടു കൂടിയിട്ടുള്ള, നീലകളേബരമായ ഭാവത്തോടു കൂടിയിട്ടുള്ള, കൗമാരത്തിന്റെ യൗവനത്തിന്റെ തുടുത്ത ഭാവത്തിലേക്ക് എന്റെ മകൾ ഉയർന്നു. കുമാരിയായ എന്റെ മകൾ അങ്ങേറ്റം സൗന്ദര്യവതിയാണ്. സ്വാഭാവികമായ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വളർന്നു വരുമ്പോൾ അവൾ കൗമാരാവസ്ഥയിൽ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന കഴുകൻ കണ്ണുകൾ ചുറ്റുപാടും ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഒരു വീട്ടിൽ അച്ഛനാണ്. എന്റെ മകൾ വളർന്നു വലുതായപ്പോൾ അവളെ അയൽ രാജ്യത്തിലുള്ള രാജാക്കന്മാർക്കെല്ലാം വേണമെന്ന് പറഞ്ഞ് എന്റെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി രാമ. ഞാൻ പറയുന്നത് വാൽമീകി രാമായണത്തിൽ വാൽമീകി എഴുതിയ കഥയാണ്. എന്റെ വീട്ടിലേക്ക് എന്റെ മകൾ വളർന്നു വലുതാകുമ്പോൾ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഓരോ രാജാക്കന്മാരും വന്നു. അവരൊക്കെ അല്പന്മാരായിരുന്നു രാമ. അതുകൊണ്ട് ഞാൻ എന്റെ മകളെ അല്പന്മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അവർക്ക് രാജ്യാവകാശമുണ്ട്, രാജ്യഭരണമുണ്ട്, പറുദീസയുണ്ട്, പരിചാരകന്മാരുണ്ട്, സമ്പത്തുണ്ട്, അന്നത്തെ വേഗത്തിലോടുന്ന വാഹനമുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ ഒരു അച്ഛന്റെ മാനദണ്ഡം. മറിച്ച് അവർ അല്പന്മാരാണ്. അനൽപന്മാരായ, ജ്ഞാനികളായ, ശ്രേഷ്ഠന്മാരായ ധീരന്മാർക്ക് ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ. പക്ഷേ നിരവധി പേർ വന്നപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ എന്റെ പൈതൃക സമ്പത്തായി ഞങ്ങൾ സംരക്ഷിച്ചു വച്ച ആ ശൈവജാപം എടുത്ത് അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ആരാണോ ഈ ശൈവജാപം എടുത്തുയർത്തി ഞാണേൽക്കുന്നത് അവൻ എന്റെ മകളെ വിവാഹം കഴിച്ചു തരാം. വന്നു ചേർന്നവരെല്ലാം അത് എടുത്തുയർത്താൻ നോക്കിയപ്പോൾ ആർക്കും സാധിക്കാതെ ആ വന്നു ചേർന്ന വീരന്മാരെല്ലാം അല്പവീരന്മാരായി, എളിഭ്യരായി തിരിച്ചുപോയി രാമ. പക്ഷേ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ ഓരോ കാമുകന്മാരും വന്നു ചേർന്ന് എടുത്തുയർത്താൻ പറ്റാതെ നിരാശരായി മടങ്ങിപ്പോകുകയല്ല ചെയ്തത്. ഈ നിരാശ കാമുകന്മാർ ഒരുമിച്ച് ചേർന്ന് നിരാശ കാമുക അസോസിയേഷൻ ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് ഇതുണ്ട്, ഇന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് സീതയെ പിടിച്ചടക്കുവാൻ വേണ്ടി മിഥില എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. മനസ്സിലാക്കണേ,
ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ ആ പെൺകുട്ടിയെ കഴുകൻ കണ്ണുകൾ കൊണ്ട് റാഞ്ചിയെടുക്കാൻ വേണ്ടി വരുന്ന അവന്മാരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു രാജ്യത്തെ ആക്രമിച്ചു രാമ. ഞാൻ എന്റെ മകളുടെ ചാരിത്രം സംരക്ഷിക്കാൻ ഈ രാജാക്കന്മാരുമായി യുദ്ധം തുടങ്ങി രാമ. ഒരു വർഷക്കാലം നീണ്ടു നിന്ന യുദ്ധം. അവസാനം ഈ രാജാക്കന്മാരെല്ലാം എന്റെ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി രാമ. ഉപരോധം ഏർപ്പെടുത്തി ആദ്യത്തെ രാജ്യം മിഥിലയാണ്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി എന്ന് നാം കേട്ടില്ലേ? ആദ്യത്തെ ഉപരോധം ഉണ്ടായത് മിഥിലക്കെതിരാണ്. എന്തായിരുന്നു കാരണം? ഒരു പെൺമക്കളുടെ, ഒരു പെൺകുഞ്ഞിന്റെ ചാരിത്രം സംരക്ഷിക്കാൻ ഒരു അച്ഛൻ കച്ചമുറക്കി ഇറങ്ങിയപ്പോൾ, ഒരു മകളുടെ ചാരിത്രത്തെ സംരക്ഷിക്കാൻ ഒരു അച്ഛൻ ചേർത്ത് പിടിച്ചതിന്റെ പരിണിത ഫലമായിരുന്നു ആ രാജ്യത്തിനെതിരെ ആദ്യത്തെ ഉപരോധം. ഒരു കൊല്ലക്കാലം ഉപരോധം നീണ്ടു നിന്നപ്പോൾ എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് രാമ, അവർക്ക് അന്നം കിട്ടാതെ, ധാന്യം കിട്ടാതെ എന്റെ രാജ്യത്തിലെ ജനങ്ങൾ വലഞ്ഞപ്പോൾ ഞാൻ ദേവന്മാരെ തപസ് ചെയ്ത് ചതുരംഗപ്പടയെ ചോദിച്ച് ആ അല്പന്മാരെ യുദ്ധം ചെയ്ത് ഞാൻ കൊന്നുകളഞ്ഞു രാമ. ഒരു പെൺകുഞ്ഞ് വീട്ടിൽ വളർന്നു വരുമ്പോൾ ഒരച്ഛന്റെ ധർമ്മം എന്താ? നിന്റെ മോളല്ലേ, നീ നോക്കിയാൽ മതി എന്ന അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്ന ഈ ഡാഡിയോടല്ല പറയുന്നേ. ഭാരതത്തിൽ അച്ഛൻ, ഫാദർ സെന്റേഡ് ഫാമിലിയായ നമ്മുടെ വീടുകളിൽ പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അച്ഛന് ചില ധർമ്മങ്ങളുണ്ട്. തന്റെ മകൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ ആ സീറ്റിൽ ഇരുന്ന മകളോടൊപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും അച്ഛൻ യാത്ര ചെയ്യാറുണ്ടോ? ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികരോടും ബസ്സിലെ ജീവനക്കാരോടും ഈ അച്ഛൻ പറയാതെ പറയണം, എന്റെ മകൾക്ക് ചോദിക്കാൻ പറയാൻ ഇവിടെ ഒരു പുരുഷന്റെ കരുത്തുള്ള കൈത്തണ്ടയുണ്ടെന്ന്. എന്റെ മകൾ വസ്ത്രം വാങ്ങാൻ പോകുന്ന വസ്ത്രാലയത്തിൽ അമ്മയോടൊപ്പം പോകട്ടെ, അച്ഛൻ കൂടെ പോകാറുണ്ടോ? ആ വസ്ത്രാലയത്തിലെ ജീവനക്കാരോട് അച്ഛൻ പറയാതെ പറയണം, എന്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഒരു പുരുഷന്റെ തുണയുണ്ടെന്ന്. എന്റെ മകൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു കടയിൽ കയറുമ്പോൾ, എന്റെ മകൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ അച്ഛനും കൂടെ പോണം. എന്റെ മകൾക്ക് ചോദിക്കാനും പറയാനും കരുത്തുള്ള ഇരുമ്പുടക്ക പോലെയുള്ള കൈത്തണ്ടയുള്ള ഒരു അച്ഛന്റെ പിൻബലമുണ്ടെന്ന്. നമ്മുടെ പെൺമക്കളെ സംരക്ഷിക്കാൻ അച്ഛൻ തുനിഞ്ഞിറങ്ങിയില്ലെങ്കിൽ ഈ കഴുകൻ കണ്ണുകൾ റാഞ്ചിയെടുത്ത് പോകുന്നതിന്റെ പിന്നിൽ നല്ല അച്ഛന്മാർ വേണം. ഏതുപോലെ രാമായണത്തിൽ സീത എന്ന പേരിനേക്കാളും അധികം നാം പറയുന്നത് ജാനകി എന്നാണ്, വൈദേഹി എന്നല്ല. നാം പറഞ്ഞത് മുഴുവൻ ജാനകിയാണ്. ജനകന്റെ പുത്രിയാണ് ജാനകി. ആ ജാനകിയെ അച്ഛൻ ചേർത്ത് പിടിച്ചു വളർത്തിയത്. എവിടെ അച്ഛൻ? നമ്മുടെ മക്കൾ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്നു. അവർ ഉപയോഗിക്കട്ടെ. പുത്തൻ കാലത്തിന്റെ ആഗോളീവൽക്കരണത്തിന്റെ യന്ത്ര സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മളിൽ ആരാണ് നമ്മുടെ പെൺകുഞ്ഞോ ആൺകുഞ്ഞോ കൗമാരക്കാരനോ കൗമാരക്കാരിയുടെയോ ഫേസ്ബുക്കിൽ അവർക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? നിങ്ങളിൽ എത്ര പേർ നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സിനെ ആ എണ്ണം നോക്കിയിട്ടുണ്ടോ? 16 വയസ്സുള്ള 14 വയസ്സുള്ള 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക്, ആൺകുട്ടിക്ക് എത്ര സൗഹൃദങ്ങൾ ഉണ്ടാകണം? 100 പേർ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമോ? അവരുടെ സാമൂഹ്യ ബന്ധം, അവരുടെ ബന്ധു ബലം, അവരുടെ കൂട്ടുകാർ, ഇതെല്ലാം വെച്ച് എത്ര ഫ്രണ്ട്സ് ആകാം അവർക്ക്? 200 പേരാണോ? 300 പേരാണോ? 500 പേരാണോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടോ? ആ ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈൽ പിക്ചർ അവരുടെ ചിത്രമാണോ? അതോ കഥകളിയാണോ, സീനറിയാണോ, സിനിമാ നടനാണോ, സിനിമാ നടിയാണോ? വ്യക്തിത്വത്തെ ഒളിപ്പിച്ചു വെച്ച് പല പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്ന ഇത്തരക്കാരെ കണ്ടെത്താൻ എന്തേ നമുക്ക് പറ്റാത്തത്? മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് ചില ധർമ്മങ്ങളില്ലേ? അച്ഛൻ ചെയ്യുന്നുണ്ടോ? അമ്മ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ വാട്സാപ്പ് അവർ ഉപയോഗിക്കട്ടെ. അവർക്ക് സൗഹൃദങ്ങളുടെ ഒരു മായാപ്രപഞ്ചം ഉണ്ടാകണം. പക്ഷെ ആ വാട്സപ്പിലുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാ? ഇതാരാ? ഈ ചിത്രം ആരുടേതാണ്? എത്ര പേരുടെ പ്രൊഫൈൽ പിക്ചറിൽ അവരുടെ മുഖമുണ്ട്? ഇല്ലാത്തത് ആരാ? സിനിമാ നടിയുടെ ചിത്രമാണ്, പക്ഷെ അപ്പുറത്ത് ആൺകുഞ്ഞല്ല എന്നാര് കണ്ടു?
നമ്മുടെ മക്കൾ ചതിക്കുഴികളിൽ വീഴുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരച്ഛൻ ആ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതാരാ? അച്ഛന്റെ ധർമ്മമാണ് പാവം പിടിച്ച് അമ്മയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മുടെ വീടുകൾ പരമശിവൻ എങ്ങനെയാണോ പ്രപഞ്ച പിതാവായി നമ്മുടെ മുമ്പിലുള്ളത്, അതേപോലെ പ്രപഞ്ച പിതാവിന്റെ സ്ഥാനമാണ് ഒരച്ഛൻ. നമ്മുടെ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അവർ നാളെ ഏതെങ്കിലുമൊക്കെ ചതിക്കുഴികളിൽ വീടുപോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടത് ആരാ? സ്നേഹത്തോടെ നമ്മുടെ മക്കളെ തലോടിക്കൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ? അച്ഛന് സമൂഹത്തിന്റെ കാപ്പറ്റ്യം അറിയാം. ആൺകുഞ്ഞുങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അച്ഛനറിയാം. മകളുടെ ബോഡി ലാംഗ്വേജ് മാറിയാൽ അച്ഛനറിയാം. അവരുടെ കണ്ണുകളിലെ തിളക്കം കണ്ടാൽ അച്ഛനറിയാം. അളന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ട് അച്ഛന്. ഈ അച്ഛൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നു? എന്റെ മകൾ ഈ മാസം എത്ര ദിവസം സ്കൂളിൽ ചെന്നു, വിദ്യാലയത്തിൽ ചെന്നു എന്ന് അവിടുത്തെ ക്ലാസ് ടീച്ചറോട് ചോദിക്കുന്ന എത്ര അച്ഛന്മാരുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, സത്യം തന്നെ, അവർ നുണ പറയില്ല, സത്യം തന്നെ. പക്ഷെ അവർ സ്കൂളിൽ ചെല്ലുന്നുണ്ടോ? നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അവരെ കുറ്റം പറയുകയല്ലേ ചെയ്യുന്നത്? മാർക്ക് കുറയാനുള്ള കാരണമെന്താ? അവർക്ക് 30 മാർക്ക് കിട്ടിയാൽ ബാക്കി 20 മാർക്ക് എവിടെ പോയി എന്ന മകളോടൊപ്പം ചേർന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു അച്ഛനുണ്ടോ? അല്ല, ശരിയല്ലേ? ശരിയല്ലേ? എവിടെ അച്ഛൻ? ഒരു നല്ല അച്ഛൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ നാളെ കൈഞ്ഞൊട്ടി വിളിക്കുന്നവന്റെ കൂടെ പോകുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയും ഉണ്ടാവില്ല. ഹിന്ദു പെൺകുട്ടികൾക്ക് അസ്തിത്വവും വ്യക്തിത്വവും സ്വത്വബോധവും ധാർമ്മികതയും സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ഒരച്ഛൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പെൺമക്കളെ വളർത്തണം. അതിന് ഈ ശിവകുടുംബത്തിൽ അച്ഛനായ, ഈ ഫാദർ സെന്റേർഡ് ഫാമിലിയായ, ഈ പ്രപഞ്ച പിതാവായ പരമേശ്വരനാണ് നമ്മളുടെ ആരാധ്യ ദേവത. അതുകൊണ്ടാണ് സീത രാമായണത്തിലുടനീളം കൗസല്യയോട്, രാമനോട്, ദശരഥനോട്, അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവിയോട്, പ്രമദാവനത്തിൽ ഇരുന്ന് ആ രാക്ഷസ സ്ത്രീകളോട്, ഹനുമാനോട്, സർവരോടും സീത പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ അച്ഛൻ എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. എങ്ങനെ? വിവാഹം കഴിഞ്ഞുപോയി ഭർതൃഗൃഹത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ്, അമ്മയല്ല. അമ്മയല്ല പഠിപ്പിക്കേണ്ടത്, അമ്മ അടുക്കള ഭരണം പഠിപ്പിക്കണം. ശരീര സംബന്ധിയായി കുഞ്ഞുങ്ങളെ പലതും പഠിപ്പിക്കണം. പക്ഷെ അച്ഛനാണ് സാമൂഹ്യ വ്യക്തിത്വം ഉണ്ടാക്കേണ്ടത്. ഭർതൃഗൃഹത്തിലെ നിന്റെ ധർമ്മം എന്താണ്? ഭർത്താവിനോടുള്ള നിന്റെ സമീപനം എന്താണ്? നീ എങ്ങനെയാണ് ഒരു വീട്ടിൽ ജീവിക്കേണ്ടത്? ഇതെനിക്ക് എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സീത പലവരും പറയുന്നു. ജാനകി നമ്മളെ പഠിപ്പിക്കുന്നത്, ജനകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അച്ഛനാണ് കുഞ്ഞുങ്ങളിൽ സാമൂഹ്യ വ്യക്തിത്വം ഉണ്ടാക്കേണ്ടത്, അമ്മയല്ല. പക്ഷെ ഇന്നോ അതും പാവം പിടിച്ച അമ്മയുടെ കഥയാണ്. അമ്മയ്ക്കോ സുരക്ഷിതത്വമില്ല. എവിടെ അച്ഛൻ? അതുകൊണ്ട് പരമശിവനാണ് നമ്മുടെ ഒന്നാമത്തെ വ്യക്തിത്വം വീട്ടിൽ. ആ വീട്ടിൽ അച്ഛന് ഒരു ഫാഷൻ ഇല്ല. എന്നാൽ അമ്മ എങ്ങനെയാ? പാർവതി ദേവി സർവാഭരണ വിഭൂഷിത, എല്ലാ പാഷനും. പാർവതി ദേവിയെ ഉറക്കച്ചടവോടെ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കുളിക്കാതെ, ഒരുങ്ങാതെ, സ്വർണ്ണാഭരണം ധരിക്കാതെ, പട്ടുവസ്ത്രം ധരിക്കാതെ, കുങ്കുമ ചന്ദന ലേപനങ്ങൾ കൊണ്ട് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന പാർവതിയല്ലാതെ ഉറക്കച്ചടവോടെ മുടിയൊക്കെ വിടർത്തി ഉലർത്തിയിട്ട് ആ നിൽക്കുന്ന പാർവതി നമ്മുടെ മനസ്സിലുണ്ടോ? അമ്മ സൗന്ദര്യത്തിന്റെ ദേവതയാണ്. അമ്മ എപ്പോഴും സൗന്ദര്യം നിലനിർത്തണം. അമ്മയുടെ സൗന്ദര്യം കാണുമ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി നോക്കണം എന്ന ഭാവം എല്ലാവരിലും ജനിപ്പിക്കണം. കുളിക്കാത്ത അമ്മയെ കാണരുത്, അശ്രീകരമാണത്. അമ്മ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കണം. പാർവതി ദേവിയെ കുളിക്കാതെ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം പാർവതി ദേവി, യാദേവി മാതൃരൂപേണ, ഏതൊരമ്മയാണോ മാതൃരൂപത്തിലുള്ളത് ആ അമ്മയാണ് പാർവതി. അതുകൊണ്ട് പാർവതി ദേവിയുടെ പ്രതിരൂപങ്ങളാണ് സ്ത്രീരത്നങ്ങളെല്ലാം. ദയവ് ചെയ്ത് രാവിലെ എഴുന്നേറ്റാൽ കുളിക്കണേ.
കുട്ടികൾ അമ്മയുടെ മുഖ സൗന്ദര്യം കാണട്ടെ, കുട്ടികൾ അമ്മയുടെ നന്മയുള്ള മുഖം കാണട്ടെ, ലക്ഷ്മി ദേവിയുടെ, സരസ്വതി ദേവിയുടെ, സാക്ഷാൽ ഭഗവതിയുടെ രൂപത്തിൽ അമ്മയെ കാണട്ടെ. അമ്മ എപ്പോഴും സൗന്ദര്യത്തിന്റെ ദേവതയാകണം. ഇവിടത്തെ അമ്മ പാർവതി ദേവി ഭർത്താവിന്റെ ഒരു സ്വഭാവമില്ല. അല്ലെങ്കിൽ ഏത് വീട്ടിലാ ഭർത്താവും ഭാര്യയും ഒരേ സ്വഭാവം? ഭർത്താവിന് മധുരം ഇഷ്ടമാണ്, സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് മധുരം ഇഷ്ടാവില്ല. ഭർത്താവിന് കൃഷ്ണക്ഷേത്രമാണ് ഇഷ്ടം, അപ്പോ ഭാര്യയ്ക്ക് ശിവക്ഷേത്രമായിരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ട്? ഒക്കെ പോട്ടെ, ഞാൻ ആഗ്രഹിച്ചൊരു പുരുഷനെയാണ്, സ്ത്രീയാണ് എനിക്ക് കിട്ടിയത്. എത്ര പേർക്ക് കിട്ടി? ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയതിനും കൊണ്ട് പോവാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് ശിവനും പാർവതിയും. രണ്ടുപേരും തമ്മിൽ ഒരു സാമ്യവുമില്ല. ശിവൻ സൗന്ദര്യമില്ല, പാർവതി സൗന്ദര്യത്തിന്റെ ദേവത. ശിവന്റെ നൃത്തം താണ്ഡവമാണ്, പുരുഷന് താണ്ഡവമുള്ളൂ. സ്ത്രീ ഒരിക്കലും താണ്ഡവം കളിക്കരുത് കേട്ടോ, അത് പുരുഷന്റെ സ്വഭാവമാണ്. പുരുഷ സ്വഭാവത്തിലേക്ക് മാറരുത്. സ്ത്രീക്ക് ലാസ്യമാണ്, അവൾ താണ്ഡവം കളിക്കരുത്, അത് പുരുഷൻ കളിക്കരുത്. ഒരു ബന്ധവുമില്ലാത്ത ഭാര്യ ഭർത്താക്കൾ. പിന്നെ എങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിച്ചു? എങ്ങനെയാ ഇവർ ഒരുമിച്ച് ജീവിച്ചത്? അത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം. പാർവതിയും പരമശിവനും തമ്മിൽ ഇതുവരെ വഴക്ക് കൂടിയിട്ടില്ല. പാർവതി വഴക്ക് കൂടി വീട്ടിൽ പോയിട്ടില്ല, വാർഡ് മെമ്പർ വന്നിട്ടില്ല, കോംപ്രമൈസും ഉണ്ടായിട്ടില്ല. പാർവതി ഉണ്ണാവൃതം അനുഷ്ഠിച്ചിട്ടില്ല, പാർവതി കരഞ്ഞിട്ടില്ല, പിഴിഞ്ഞിട്ടില്ല, വീട്ടിൽ ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, നാട്ടുകാരുടെ മുന്നിൽ പരാതിയുമായി പോയിട്ടില്ല, ഒരു ക്ഷേത്രത്തിനും വന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി വിഷമങ്ങളും പറഞ്ഞിട്ടില്ല. പാർവതിയും പരമശിവനും ഇത്ര ഭിന്നരാണെങ്കിലും, ഇഷ്ടാനിഷ്ടങ്ങളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും, അഭിരുചികളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും, അവരുടെ രീതികൾ രണ്ടാണെങ്കിലും, അവരുടെ സ്റ്റൈൽ രണ്ടാണെങ്കിലും, അവർ ഏകമായി ഒന്നായി ഒരുമിച്ച് ജീവിച്ചിരുന്നു. വഴക്ക് കൂടിയിട്ടില്ല എന്നാണോ നിങ്ങൾ ഈ പറയണത്? അതല്ല, വഴക്ക് കൂടിയിട്ടൊക്കെ ഉണ്ട്. വഴക്കൊക്കെ കൂടിയിട്ടുണ്ട്. എത്ര കഠിനമായിട്ടാണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പാർവതി പറയുന്നത്. മകനായ ഗണപതിയുടെ ആ കൊമ്പ് പരശുരാമൻ അരിഞ്ഞു വീട്ടിയപ്പോൾ മാതൃഹൃദയം വേദനയോടുകൂടി ചൊല്ലിയ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ? ശിഷ്യനും മകനും എന്ന വള്ളത്തോളിന്റെ ഖണ്ഡകാവ്യം പഠിക്കാത്ത ആരാ ഉള്ള ഇവിടെ? ചിലരന്ന് പോയിട്ടുണ്ടാവില്ല, ചിലർ മറന്നു പോയിട്ടുണ്ടാവും, ചിലർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതാവും. എന്നാൽ പലർക്കും അറിയാം, പാർവതി ദേവി സംഹാരരുദ്രയെ പോലെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയുന്ന വഴക്കുകൾ. എത്ര വഴക്ക! ഭാര്യ എത്ര വഴക്ക് പറയുമ്പോഴും ഭർത്താവ് വിനീത വിധേയ ദാസ്യനായി കേട്ടിരിക്കണം. കാരണം ശിവൻ അങ്ങനെയായിരുന്നു. ഭാര്യ തന്റെ മകന് പരിക്ക് പറ്റിയപ്പോൾ പാർവതി ദേവി ഉടൻ മഹാദേവി ഇടത്തു കൈയാൽ അടിഞ്ഞ വാർപ്പും കുഴലൊന്നൊതുക്കി ജ്വലിച്ച കണ്ണുകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു കിട്ടിയിലയോ ദക്ഷിണമെന്തുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനി ദിവ്യായുധം വല്ലതും ഉണ്ടുപാക്കി, എന്നാൽ അതും നൽകി അനുഗ്രഹിക്ക്. മകൻ പരിക്കേറ്റ് മരിക്കലെന്ന് മഹാരഥൻ ശിഷ്യനെടുക്കലില്ലേ? വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. ഭർത്താവിനെ ചെയ്ത പ്രവർത്തികളത്രയും പറഞ്ഞ് ഈ ഭാര്യ വഴക്ക് പറയുമ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. അതിന് കാരണം ഒന്നാണ്, ഈ മൂടിക്കെട്ടിയ ദുഃഖത്തിന്റെ, ദൈന്യതയുടെ, നിരാശയുടെ, വിഷമത്തിന്റെ കരിമേഘങ്ങളെല്ലാം പെയ്തൊടിഞ്ഞ് എല്ലാം പറഞ്ഞു തീരട്ടെ. ശരിയല്ലേ? എല്ലാം പറഞ്ഞു തീരട്ടെ. നീലാകാശം സമൃദ്ധിയുടേതാണ്. കരിമേഘക്കെട്ടുകൾ പെയ്തൊഴിയട്ടെ. മഹാമാരി, മഹാപേമാരി പെയ്തൊഴിയുമ്പോൾ പാർവതി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ചുറ്റുപാടും നോക്കി സർവരും പരമശിവനെ നോക്കിയിരുന്നു. പരമശിവൻ അറിയാം, പുത്രനെ ബാധിച്ച വൈകല്യം ഒരു ഉഗ്രശല്യമാണ്, സുതാംഗ വൈകല്യം ഒരു ഉഗ്രശല്യമാണ്. പക്ഷെ ശിഷ്യൻ പ്രവർത്തിച്ചത് വീരധർമ്മവുമാണ്. ഉടനെ 4 വരികൾ കൊണ്ട് തന്റെ മുന്നിൽ 28 വരികൾ കൊണ്ട് തന്നെ വഴക്ക് പറഞ്ഞ് ആ സംഹാരരുദ്രയെ പോലെ അലറി അട്ടഹസിച്ച തന്റെ ഭാര്യയുടെ മുന്നിൽ 4 വരികൾ കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്,
പരസ്പരം കുട്ടികൾ കാടുകാട്ടിയാൽ ഒരമ്മ ഇത്ര കരിശപ്പെടാവതോ ഫലങ്കലായെ ഭൃഗുസൂന് ശിഷ്യനായ അന്ന് തൊട്ട് നമുക്ക് മക്കൾ മൂവരായിത്തവ. പരസ്പരം കുട്ടികൾ കാടുകാട്ടിയാൽ നമ്മുടെ കുട്ടികൾ പരസ്പരം വഴക്കുകൂടും. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പല അപകടവും പറ്റും. പരസ്പരം കുട്ടികൾ കാടുകാട്ടിയാൽ ഒരമ്മ ഇത്ര കരിശപ്പെടാവതോ, ഒരു അമ്മ ഇത്രക്ക് ദേഷ്യപ്പെടാമോ പാർവതി? ഹരങ്കലായെ ഭൃഗുസൂനു ഭാർഗവംശത്തിൽ ജനിച്ച ജമദഗ്നിയുടെ പുത്രനായ ആ ജാമദഗ്നൻ പരശുരാമൻ, ആ പരശുരാമൻ ശിഷ്യനായി വന്ന അന്ന് തൊട്ട് നമുക്ക് മക്കൾ മൂവരായിത്തവ. നമുക്ക് മക്കൾ 3 പേരല്ലേ? ശിഷ്യന്മാരെ പുത്രന്മാരെ പോലെ കരുതണമെന്ന ഭാരതവർഷത്തിലെ ഋഷിവാണിയെ, ആ ആർഷവാണിയെ മറന്നുപോയോ നീ? എന്താ ഇത് ഓർക്കാത്തെ? കേവലം അല്പമായ മനസ്സുള്ള ഒരു സ്ത്രീയെ പോലെ തുള്ളാതെ ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരു അമ്മയായി മാതാവേ പാർവതി ദേവി, ഈ കാണുന്ന സർവ ദേവീഭാവങ്ങളും ഒരൊറ്റ ദേവിയുടെ അംശമാണ്. അത് നിന്റേതല്ലേ പാർവതി? എന്നിട്ടും എന്റെ ഇതൊന്നും മനസ്സിലാക്കാതെ നീ ഇങ്ങനെ വഴക്കടിക്കുന്നു എന്ന കാര്യമാത്ര പ്രസക്തമായ വാക്കുകൾ കേട്ടപ്പോൾ വിനീത വിധേയദാസിയെ പോലെ തന്റെ തെറ്റുകളെല്ലാം സമ്മതിച്ച് ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന പാർവതി ദേവിയെ നമുക്ക് കാണാം. അപ്പൊ വഴക്ക് കൂടിയിട്ടില്ല എന്നല്ല പറഞ്ഞത്, വഴക്ക് കൂടിയിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നല്ല പറഞ്ഞത്, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ എത്ര വഴക്ക് കൂടിയാലും അഭിപ്രായ സമന്വയം വരെ ഒരുമിച്ച് നിൽക്കും. നമ്മളോ വഴക്ക് കൂടിയാൽ അപ്പൊ തന്നെ പെട്ടിയെടുത്ത് വീട്ടിൽ പോയി, അമ്മയ്ക്ക് മിസ്കോൾ. നമുക്കുമുണ്ട് കുടുംബ വക്കീൽ. സാക്ഷര സുന്ദര ദൈവിക കേരളത്തിൽ 37% ഡിവോഴ്സ് റേറ്റ്. മരണം മാത്രമല്ല, നമ്മുടെ ഡിവോഴ്സ് റേറ്റ്, നമ്മൾ കൊട്ടി ഘോഷിച്ച് ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന വിവാഹങ്ങളിൽ 100 വിവാഹം നടന്നാൽ 37 എണ്ണവും ഡിവോഴ്സാണ്. എന്തിനാ വിവാഹം കഴിക്കുന്നത്? പരസ്പരം നമ്മൾ തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാം, മത്സരങ്ങൾ ഉണ്ടാകാം, വാശിയുണ്ടാകട്ടെ, വാക്കുകൾ തമ്മിലുള്ള മഹായുദ്ധങ്ങൾ ഉണ്ടാകട്ടെ, ഉടനടി പെട്ടിയെടുത്ത് വീട്ടിൽ പോകരുത്. മറിച്ച് നമ്മൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നിടത്താണ് ഒരു കുടുംബം എന്നത് നിലനിൽക്കുന്നത്. കുടുംബമാകുന്നത് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ സമന്വയത്തിലാണ്. ഈ അഭിപ്രായ സമന്വയമാണ് നമ്മളെല്ലാം മാത്തമാറ്റിക്സിൽ, ഗണിതത്തിൽ പഠിച്ച ദ്വിമാന സമവാക്യങ്ങളിൽ A+T² എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തമ്മിൽ ഏകീകൃത സംയോജിത വ്യക്തിത്വമാകുന്നതാണ് A+T². അല്ലാണ്ട് അമ്മയുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും അഭിരുചികളും സങ്കല്പങ്ങളും മൊബൈൽ കോർണറുമായി ഒരു വശത്ത്, അച്ഛൻ എന്ന് പറയുന്ന B² എന്ന് പറയുന്ന ആള് മറുവശത്ത്. രണ്ടുപേരും 2 സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മക്കളെ നോക്കിയാൽ മക്കൾ നന്നാകുമോ? വീട് നന്നാകുമോ? സുഖമുണ്ടാകുമോ? സമാധാനം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടാനിഷ്ടം, അച്ഛന്റെ ഇഷ്ടാനിഷ്ടം, അമ്മയ്ക്ക് അമ്മയുടേതായ സ്റ്റൈൽ, അച്ഛൻ്റെതായ സ്റ്റൈൽ, അമ്മയ്ക്ക് അമ്മയുടേതായ അഭിരുചികളും സങ്കല്പങ്ങളും, അച്ഛൻ്റെതായ അഭിരുചിയും സങ്കല്പവും, അമ്മയ്ക്ക് അമ്മയുടേതായ മൊബൈൽ കോർണർ, അമ്മയുടേതായ പാസ്വേഡ്, അച്ഛൻ്റെതായിട്ടുള്ള മൊബൈൽ കോർണർ, അച്ഛൻ്റെതായ പാസ്വേഡ്. അങ്ങനെ രണ്ടുപേരും 2 സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാൽ അതിനിടയിൽ ഒരു പ്ലസ് ഉണ്ടാകും. A²+B² ആയി ജീവിച്ചാൽ ഒരിക്കലും ശിവകുടുംബം ഉണ്ടാകില്ല. പിന്നെ എങ്ങനെ ശിവകുടുംബം ഉണ്ടാകുന്നത്? ഈ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും അഭിരുചികളും സങ്കല്പങ്ങളും ഒക്കെ നിലനിൽക്കെ ഇവർ രണ്ടുപേരും അവർക്കിടയിലുള്ള ആ പ്ലസ് എടുത്തു മാറ്റി ഒരു വിശാലമായ ഒരു ബ്രാക്കറ്റിന്റെ, ഒരു വൃത്തത്തിന്റെ ഉള്ളിലേക്ക് രണ്ടുപേരും വന്നു ചേരും. നമ്മൾ വിവാഹം കഴിച്ചത് 2 വ്യക്തികളായി ജീവിക്കാനല്ല. നമ്മൾ വിവാഹം കഴിച്ചത് ഏകീകൃത സംയോജിത വ്യക്തിത്വമാകാനാണ്. ഈ ഏകീകൃത സംയോജിത വ്യക്തിത്വമായില്ലെങ്കിൽ മക്കളെ കുറിച്ച് ശുഭപ്രതീക്ഷ വേണം. കാരണം കുഞ്ഞുങ്ങൾ അവർ അനുസരിക്കുന്നവരല്ല, അനുകരിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും
കാരണവശാലും അനുസരിപ്പിക്കാൻ സാധ്യമല്ല. അവരെ ആകെ കൂടി സാധിക്കുന്നത് അനുകരിപ്പിക്കാനാണ്. നമ്മൾ അനുകരിപ്പിക്കേണ്ടവരാണ് കുഞ്ഞുങ്ങളെ. അതിന് കൂട്ടുകുടുംബം വേണ്ട. നല്ലൊരമ്മ നല്ലൊരു അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, അനുകരിപ്പിക്കാൻ ശ്രമിക്കണം. അതാണ് ഇവിടെ നടന്നത്. രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാറി. വിവാഹം കഴിച്ചത് ഏകീകൃത വ്യക്തിത്വമാകാനാണ്. അങ്ങനെ വന്നപ്പോൾ രണ്ടുപേരും ചേർന്ന് ഏകീകൃത വ്യക്തിത്വമായപ്പോൾ A² + B² = A² നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു A+B² ഉണ്ടായി. ഈ A+B² എങ്ങനെ ഉണ്ടായി? വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും മാറി. ഇപ്പോൾ വിമാന സമവാക്യത്തിൽ ഒരു ശക്തമായ ഒരു ഭാഗം വന്നു. അത് 2AB ആണ്. എവിടുന്ന 2AB ഉണ്ടായ? ഇവർ A² B² നിന്നിരുന്നെങ്കിൽ 2AB ഉണ്ടാവും. വ്യത്യസ്തതകൾ മാറി. ഒരു അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും സംയോജിത ഏകീകൃത വ്യക്തിത്വമായപ്പോൾ 2AB എന്ന ശക്തമായ ഭാവം ഉണ്ടായി. ഈ 2ABയുടെ പേരാണ് അർദ്ധനാരീശ്വരൻ എന്നുള്ളത്. അല്ലാണ്ട് അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ ശിവനെ അറക്കവാൾ ഉപയോഗിച്ച് വെട്ടി പാർവതിയെയും അറുത്തു, രണ്ടുപേരെയും ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു. അങ്ങനെ അർദ്ധനാരീശ്വരൻ ഉണ്ടായി. പൊട്ടത്തരം. ശിവൻ പരിപൂർണ വ്യക്തിത്വം, പാർവതി പരിപൂർണ വ്യക്തിത്വം. പക്ഷെ ഇവർ തമ്മിൽ സംയോജിത വ്യക്തിത്വങ്ങളാണ്, ഏകീകൃത വ്യക്തിത്വങ്ങളാണ്. അവർ തമ്മിൽ 2AB ആണ്. അവർ തമ്മിൽ A+B² ആണ്. ഈ A+B² ആണ് അർദ്ധനാരീശ്വരൻ. ഇതാണ് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനം. പാർവതി പരമേശ്വരന്മാരാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഉമാമഹേശ്വര സങ്കല്പമാണ് വിവാഹത്തിന് അടിസ്ഥാനം. നമ്മൾ ഉമാമഹേശ്വരനെ പോയി കണ്ട് വണങ്ങുന്നത് സംയോജിത വ്യക്തിത്വമാകാനാണ്. അതുകൊണ്ട് ഈ ശിവപാർവതി കുടുംബമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരാധ്യഭാവം. ഇവിടെ നോക്കൂ, അച്ഛന്റെ ഒരു സ്റ്റൈൽ, അമ്മയുടെ ഒരു സ്റ്റൈൽ, രണ്ടുപേരും തമ്മിലുള്ള സംയോജിത വ്യക്തിത്വം. മക്കളോ രണ്ടുപേരും തന്നെ എന്തെങ്കിലും ഇവരുമായി നല്ല ബന്ധമുണ്ടോ മക്കൾക്ക്? നമ്മൾ തന്നെ നമ്മുടെ മക്കളെ നോക്കിയിട്ട് പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഇതൊക്കെ എന്താ ഇങ്ങനെയായി പോയത്? ഇത് ഭാരത സ്വഭാവമാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നും ഇത് നിങ്ങളുടെ സ്വഭാവ മനുഷ്യ. അപ്പൊ തന്നെ മനസ്സിലാവും അല്ലല്ല ഇത് നിന്റെ സ്വഭാവമാണ് എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ രണ്ടുപേരുടേതും അല്ലാത്ത സ്വഭാവം കാണിക്കുന്ന ഈ വിചിത്ര ജീവികളെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുക. ഇതിപ്പോ എന്താ പറ്റുന്നേ? ഇത് തന്നെയാ. ഇവിടെ ഒരു മകനെ നോക്കൂ, അക്കാദമിക് നോളജിന്റെ മകനാണ് ഒരു വശത്ത് സുബ്രഹ്മണ്യൻ. ഇവിടെ ഞാൻ പേര് വായിച്ചപ്പോ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വം, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രണ്ടും സാക്ഷാൽ സുബ്രഹ്മണ്യന്റെ പ്രതിരൂപങ്ങളായ നാമങ്ങൾ കേട്ടു. അറുമുഖനും ഷൺമുഖനും മനോഹരമായ നാമാവലികളാണ് നമുക്ക്. 6 തലയുടെ കപ്പാസിറ്റി ഉള്ളവനായ അറുമുഖൻ വൈദിക സമ്പത്തിനെ, വേദസമ്പത്തിനെ, ആ വൈദിക സമ്പത്തിനെ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച 6 തലയുടെ കപ്പാസിറ്റി ഉള്ളവൻ. വേദാംഗങ്ങളായ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, ഇത് 6 അരച്ച് കലക്കി കുടിച്ച വിദ്യാദേവതയായ സുബ്രഹ്മണ്യൻ പ്രണവത്തിന്, ഓങ്കാരത്തിന് അർത്ഥത്തെ ലോക സമക്ഷം പ്രഖ്യാപിച്ചത്. അക്കാദമിക് നോളജിന്റെ മകൻ ഒരു വശത്ത് സുബ്രഹ്മണ്യൻ, മറുവശത്ത് മകനോ സാക്ഷാൽ ഗണപതി. ഗണപതി ഗണപതി ഏതൊരു ദേവതാഭാവത്തിനും ആ ദേവതാഭാവത്തിന്റെ പിന്നിൽ ഒരു തത്വമുണ്ട്. ഹിന്ദുവിന്റെ ദേവതാഭാവങ്ങൾ ഉപാസ്യ ദേവത എന്ന് പറയുന്ന ഒന്നിനെ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. ആ തത്വം പ്രതിനിധാനം ചെയ്യുന്നത് സമ്പൂർണ്ണ പ്രപഞ്ചവുമായിരിക്കും. ഗണപതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അതിൽ മൃഗമുണ്ട്, മനുഷ്യനുണ്ട്, സസ്യജാലങ്ങൾ അത്രയുമുണ്ട് ഒരൊറ്റ രൂപത്തിൽ. ആനയുടെ ശിരസ്, മനുഷ്യന്റെ ഉടൽ. കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ കരിമ്പ്, നെൽക്കതിർ, പഴം, ഇതെല്ലാം ചേർന്ന് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചെറിയ രൂപം. ആ രൂപം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത്, സർവ്വതിനെയും സൃഷ്ടിക്കാൻ പറ്റുന്ന സ്വരൂപമാണ് ഗണപതി എന്നുള്ളത്.
സമസ്ത ജീവജാലങ്ങളുടെയും രൂപം ധരിച്ച സമസ്ത ജീവജാലങ്ങളുടെയും സംയോജിത ഭാവമാണ് ഗണപതി. അതുകൊണ്ട് തന്നെ സർവഗണങ്ങളുടെയും അധിപനാണ് ഗണപതി എന്നുള്ളത്. കരയിലെ ഏറ്റവും വലിയ സസ്തനിയായ ആന മുതൽ ഏറ്റവും ചെറിയ സസ്തനിയായ മൂഷികൻ വരെ എല്ലാ ജീവജാലങ്ങളുടെയും വലുതും ചെറുതും എന്ന് പറഞ്ഞാൽ, ആപാലവൃദ്ധം എന്ന് പറഞ്ഞാൽ സർവ്വതും അടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് ചേർക്കുന്ന, സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചേശ്വരനാണ് ഗണപതി എന്നുള്ളത്. അതുകൊണ്ട് സനാതന ധർമ്മത്തിൽ നാം പ്രഥമമായി പൂജിക്കുന്ന ദേവത ഗണപതിയാണ്. സർവവിഘ്നങ്ങളുടെയും വിനാശകാരകനായി നാം പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ ഗണപതിയെയാണ്. സർവകർമ്മങ്ങളിലും പ്രഥമ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതേ ഗണപതിക്കാണ്. സർവഗണങ്ങളുടെയും അധിപനായി നാം കാണുന്നതും ഗണപതിയെയാണ്. സർവ പ്രാർത്ഥനകളിലും അഗ്രിമനായി നിലനിൽക്കുന്നതും അതേ ഗണപതിയാണ്. സർവ ക്രിയകളിലും പ്രഥമ സ്ഥാനം ആർക്ക? അതും ഗണപതിക്കാണ്. സർവ ക്രിയകളിലും സർവ പ്രാണന്റെയും അധിദേവതയായ ഗണപതിയാണ്. അങ്ങനെ നമ്മുടെ പ്രാണന്റെ പ്രാണനായി നമ്മൾ പ്രണമിക്കുന്ന ദേവതാഭാവമാണ് ഗണപതി. പ്രാക്ടിക്കൽ നോളജിന്റെ ഈശ്വരനാണ് ഗണപതി. അക്കാദമിക് നോളജ് മാത്രമുള്ള ഒരു മകൻ ഒരു വശത്ത്, പ്രാക്ടിക്കൽ നോളജിന്റെ മകൻ മറുവശത്ത്. അച്ഛനും അമ്മയും ഇങ്ങനെ നാം നോക്കൂ, ഈ 4 അംഗങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വമല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് അക്കാദമിക് നോളജ് വേണം, പോരാ, പ്രാക്ടിക്കൽ നോളജ് വേണം. വിദ്യാഭ്യാസം എന്നത് അക്കാദമിക് നോളജ് മാത്രമുള്ളതല്ല, പ്രായോഗിക ബുദ്ധി കൂടി ജീവിതത്തിൽ വേണം. നമുക്ക് പലതരം നോളജ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ നോളജ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, അക്കാദമിക് നോളജ് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല. ഐ എം എ ഹീറോ ഓൺ ദി പ്ലാറ്റ്ഫോം, ബട്ട് പ്രാക്ടിക്കൽ സൈഡ് ഐ എം എ ബിഗ് സീറോ. സർവകലാശാല ബിരുദങ്ങളുണ്ട്, A+ ഉണ്ട്. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതിനെ നേരിടാനുള്ള കരുത്തില്ല, കഴിവില്ല. അടുത്ത ക്ഷണം MBBS കഴിഞ്ഞ് ഇത്രയേറെ പഠിച്ചു വളർന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണ്ടേ. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദുർബലരായ വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കാനാണോ? വിദ്യാഭ്യാസം കരുത്തുള്ള, കഴിവുള്ള, ധീരതയുള്ള, ഊർജ്ജസ്വലതയുള്ള വ്യക്തിത്വങ്ങളെ, സ്വരൂപങ്ങളെ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ശിവകുടുംബത്തിൽ അക്കാദമിക് നോളജും പ്രാക്ടിക്കൽ നോളജും ചേർന്നതാണ് ശിവകുടുംബത്തിലെ 2 മക്കൾ. അവിടുത്തെ ജീവജാലങ്ങളെ നോക്കൂ. ശിവനെ പ്രതിനിധാനം ചെയ്യുന്ന സർപ്പമുണ്ട്, അവിടെ കാളയുണ്ട്. പാർവതീ ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന സിംഹമുണ്ട്. ഗണപതിയുടെ മൂഷികനും സുബ്രഹ്മണ്യന്റെ മയിലുമുണ്ട്. നോക്കൂ ഓരോ ജീവജാലങ്ങളിൽ. ഈ ജീവജാലങ്ങൾ അത്രയും ഒന്നിനെ ഇരയായി ഈശ്വരൻ വിധിച്ചത്. എല്ലാം ഇണകളെ പോലെ ജീവിക്കുന്നത് കണ്ടോ? മൂഷികനെ കണ്ടാൽ ഏത് പാമ്പാ വെറുതെ വിഴ? പരമശിവന്റെ കൂടെയുള്ള സർപ്പം മൂഷികനെ വെറുതെ വിടുമോ? സർപ്പത്തിന്റെ ഇഷ്ടഭക്ഷണമാണ് മൂഷിക. മയില് പാമ്പിനെ കണ്ട വെറുതെ വിടുമോ? സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിൽ പരമശിവന്റെ കൂടെയുള്ള സർപ്പത്തെ കണ്ട വെറുതെ വിടുമോ? നന്ദികേശന്റെ കാളയുടെ മാംസളമായ ശരീരഭാഗം കണ്ടാൽ പാർവതീദേവിയുടെ വാഹനമായ സിംഹത്തിന് നാവിൽ വെള്ളമൂരില്ലേ? ഈശ്വരൻ ഇരയായി വിധിച്ച ഈ മൃഗങ്ങളെല്ലാം ഇണകളെ പോലെ ഒന്നായി ഒരാൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഒരുവൻ അവനവന്റെ ആവശ്യങ്ങൾ കുറച്ചുകൊണ്ടുവന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ സമൃദ്ധമായ വിശാലമായ ഭാവത്തിന്റെ പേരാണ് ശിവകുടുംബം എന്നുള്ളത്. സർവത്ര ശിവമയമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സർവ്വതും ശിവമയം. കുടുംബ സംവിധാനം ശിവമയം, അച്ഛൻ ശിവമയം, അമ്മ ശിവമയം, മക്കൾ ശിവമയം, വിദ്യാഭ്യാസം ശിവമയം. പ്രാർത്ഥിക്കുന്നതും മാതാവേ പാർവതീദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഈ കാണുന്ന പുരുഷഗണങ്ങളില്ലേ, എല്ലാവരും പരമേശ്വരന്റെ അംശഭാവമാണ്. ഈ കാണുന്ന സ്ത്രീജനങ്ങളില്ലേ, എല്ലാവരും പാർവതീദേവിയുടെ അംശഭാവമാണ്. ബാന്ധവ ശിവഭക്താശ്ച, ഈ കാണുന്ന ബന്ധുജനങ്ങളില്ലേ, എല്ലാവരും ശിവഭക്തന്മാരാണ്. അങ്ങനെ സ്വദേശോ ഭുവനത്രയം, ഈ ലോകം മുഴുവൻ എനിക്ക് എന്റെ കുടുംബമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാം ശിവമയമാണ്.
പ്രാർത്ഥന മാത്രമാണ്. 10 മിനിറ്റ് സമയം കൂടി മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞതനുസരിച്ച് 10 മിനിറ്റ് കൂടി പറയാം. സർവ്വതും ശിവമയമാണ്. ഈ കാണുന്ന പ്രകൃതിയുടെ അടുത്ത് ചെന്ന നിങ്ങൾ ശ്രദ്ധയോടെ ഇവിടെയുള്ള ചെറിയ ചെടികളോട്, മരങ്ങളോട്, പൂക്കളോട്, പുൽകളോട്, വൃക്ഷങ്ങളോട്, ഇവിടുത്തെ ചെറിയ തൈ മണലിനോട്, കല്ലിനോട്, സർവ്വതിനോടും ചോദിക്കൂ, ഇതിലെല്ലാം സ്പന്ദിക്കുന്നത് ഏത് ചൈതന്യമാണ്? ശിവപാർവതി ചൈതന്യമാണ് സമ്പൂർണ്ണ പ്രപഞ്ചത്തിലുള്ളത്. ആർക്കെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ വല്ലത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന കവിശ്രേഷ്ഠന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം, ഈ പ്രകൃതി ആഗമാനത്തിൽ പാർവതി പരമേശ്വര സമന്വിതമാണ് എന്ന് പറയുന്നത് ശരിയാണ്? വള്ളത്തോൾ ചിരിച്ചിട്ട് പറയും, എന്റെ സാഹിത്യമഞ്ജരി എന്ന കവിതാ സമാഹാരത്തിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ടല്ലോ സുഹൃത്തെ ഈ പ്രകൃതിയെ കുറിച്ച്. അദ്ദേഹം പറയുന്നുണ്ട്, വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിൽ വള്ളത്തോൾ എഴുതുന്നുണ്ട്, പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലചാച്ചും സ്വച്ഛാഭിമണത്തിട്ടാം പാദോപദാനം ചെയ്തും പള്ളികൊള്ളുന്ന നിൻ പാർശ്വയുഗ്മങ്ങളെ കാത്തിരുന്നു കുമാരിയും ഗോകർണേശ്വരം അമ്മേ എന്ന് എഴുതി വെക്കുന്നുണ്ട്. വള്ളത്തോൾ പറയാണ്, പച്ചയാം വിരിപ്പിട്ട സഖ്യന്റെ മടിത്തട്ടിൽ നീണ്ട നിവർന്ന് കിടത്തുറങ്ങുന്ന പടവലങ്ങ നീളത്തിലുള്ള കേരളത്തിലെ കൈരളി. ഈ കൈരളിയെ സംരക്ഷിക്കുന്നത് പാർവതി പരമേശ്വരന്മാരാണ്. പ്രകൃതിയിൽ ആഗമാനത്തിലുള്ളത് സഖ്യൻ കെട്ടിയ കോട്ട മുതൽ ആരംഭിച്ചാൽ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് സാക്ഷാൽ പാർവതി പരമേശ്വര ഭാവമാണ്. വള്ളത്തോളിന് അത്ര വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ ചെന്ന് കൊടുങ്ങല്ലൂർ കോവിലകത്ത് ജീവിച്ച കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അടുത്ത് ചെന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനോട് സാഹിത്യം പിറന്ന മണ്ണ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ആ നാട്. കറുപ്പനെ പണ്ടിക്കറുപ്പനാക്കി മാറ്റിയിട്ടുള്ള ആ കോവിലകത്തെ തമ്പുരാൻ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന് പറയുന്ന കാലത്ത് അധകൃതരെന്ന് മുദ്രകുത്തിയ സമൂഹത്തിന്റെ ഭീഷണാശാലിയായ കറുപ്പനെ കോവിലകത്തിന്റെ അകത്തളത്തിലിരുത്തി വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ തമ്പുരാൻ എന്ന് പറഞ്ഞപ്പോൾ വിദ്യക്ക് തൊട്ടുകൂടായ്മയോ തിണ്ടിക്കൂടായ്മയോ ഇല്ല എന്ന് പറഞ്ഞ കറുപ്പനെ പണ്ടിക്കറുപ്പനാക്കിയിട്ടുള്ള സാക്ഷാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഈ കേരളത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതാ സമാഹാരമുണ്ട്. കേരളം എന്നാണ് അതിന്റെ പേര്. ഓണത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ ആ കവിത, ആ ചെറിയ പുസ്തകം ഒന്ന് വാങ്ങിക്കണം. കേരളം എന്ന് പേര്. അതിന്റെ ആദ്യത്തെ ശ്ലോകം ഈ കേരളത്തിന്റെ അതിർത്തിയെ വർണ്ണിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതി വയ്ക്കുകയാണ്. കന്യാകുമാരി ചിരിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യം അമ്പാശിവരേറ്റുവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ആർക്കാ സംശയം? കന്യാകുമാരി മുതൽ ആരംഭിച്ച് കന്യാകുമാരി ചിരിയാദിയായി ഗോകർണാന്തമായി. ഗോകർണം കാണാൻ ബുദ്ധിമുട്ടുള്ളവർ അന്ന് കാശ്യപ പ്രജാപതിയുടെ സ്വന്തം നാടായ ജമ്മുകാശ്മീരം മുതൽ അവിടുത്തെ ഹിമാലയ സാനുക്കളിലുള്ള ആ കൈലാസം മുതൽ ആരംഭിച്ചുകൊള്ളൂ. അതും വടക്ക് തന്നെ, ഗോകർണവും വടക്ക് തന്നെ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഗോകർണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാരതവർഷത്തിന്റെ ഉത്തമാംഗമായ കാശ്മീരത്തെ കാണണം, ഭാരതത്തിന്റെ കാവൽ ഗോപുരത്തെ കാണണം. ഭാരതത്തെ ആക്രമിക്കാൻ പടയെടുത്തു വന്നവർ സർവരും കടന്നു വന്ന കാശ്മീരം എന്ന ഭാരതത്തിന്റെ ശിരസിനെ നാം മനസ്സിലാക്കണം. കാളിദാസ പ്രഭൃതികൾ വർണ്ണിച്ച ആ ഹിമവൽ ഭൂമിയെ കുറിച്ച് നാം മനസ്സിലാക്കണം. ആ കൈലാസം ഒരു സുഖവാസ കേന്ദ്രമല്ല. ആ കൈലാസം ഭാരതത്തിന്റെ കോട്ടയാണ്, ഭാരതത്തിന്റെ ഗോപുര ദ്വാരമാണ്, ഭാരതത്തിന്റെ ഉത്തമാംഗമാണ്, ഭാരതത്തിന്റെ ശിരസാണ്. ആ കാശ്മീരമാണ് ഭാരത സുരക്ഷ. കാശ്മീരം എന്ന ഈ ഗോപുരത്തിൽ നിന്നാണ്. ആ കാശ്മീരം സുരക്ഷിതമാണെങ്കിൽ ഭാരതം സുരക്ഷിതമാണ്. ആ കാശ്മീരം ചിതൽപുറ്റ് പോലും ചിദാനന്ദ രൂപമായി നാം കാണുന്ന ഈ ഭാരതവർഷത്തിലെ പവിത്രമായ സ്ഥലിയായ കാശ്മീരം കാശ്യപ പ്രജാപതിയുടെ സ്വന്തം നാട്. അതും കണ്ടുകൊള്ളൂ. വടക്കാണ്.
കന്യാകുമാരി മുതൽ ഗോകർണം വരെ നീണ്ടു കിടക്കുന്ന, കന്യാകുമാരി ചിരിയാലിയായി ഗോകർണന്തമായി തെക്ക് വടക്ക് നീളെ, തെക്ക് നിന്ന് വടക്കോട്ട് അങ്ങനെ നീണ്ടു കിടക്കുന്ന, തെക്ക് വടക്കു നീളെ അന്യോന്യം അംബാശിവരേറ്റുവിട്ട കണ്ണോട്ടമേറ്റുണ്ട് ഒരു നല്ല രാജ്യം. അങ്ങ് കന്യാകുമാരിയിലെ ശ്രീപാദപ്പാറയിൽ ഒറ്റക്കാലിൽ ഭരണമാന്യവുമായി പരമശിവനെ തവം ചെയ്യുന്ന പാർവതീദേവി ആരെയാ നോക്കുന്നേ? ഗോകർണത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് നോക്കി നിൽക്കുന്ന പരമശിവനെ കണ്ണോട്ടമേറ്റ് പാർവതി പരമേശ്വരന്മാർ പരസ്പരം കണ്ണുകൊണ്ട് നോക്കി സായുജ്യമടയുന്ന പാർവതി പരമേശ്വരന്മാരുടെ കണ്ണോട്ടമേറ്റ പരിപൂർണമായ നാടിന്റെ പേരാണ് കേരളം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിന്റെ പ്രകൃതി മാത്രമല്ല, ഈ കേരളത്തിന്റെ അതിർത്തിയും ഭാരതത്തിന്റെ അതിർത്തിയും ശിവപാർവതി ഭാവമല്ലെങ്കിൽ പിന്നെന്താ? ചിലർക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ ഇഷ്ടമായിരിക്കില്ല. അങ്ങനെയുള്ളവർ പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവിശ്രേഷ്ഠനെ കാരണം കേരള സാഹിത്യത്തിന്റെ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനായ ഒരൊറ്റ പേരേ ഉള്ളൂ, പി എന്ന ഒറ്റ അക്ഷരം. പി കുഞ്ഞിരാമൻ നായരുടെ വിചാരവികാരം എന്ന ഒരൊറ്റ ലേഖനത്തിൽ മലയാളി പെരുമയെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ആ ലേഖനത്തിൽ, രണ്ടാമത്തെ അധ്യായത്തിൽ ഇവിടുത്തെ കലാരൂപങ്ങളെ കുറിച്ച് തീ വർണ്ണിക്കുന്നുണ്ട്. മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും തിരുവാതിരയും ശീലങ്കണ്ടുള്ളലും പറയത്തുള്ളലും ഓട്ടംതുള്ളലും ഒഡീസിയും അടക്കം ഈ ഭാരതവർഷത്തിൽ, കേരള വർഷത്തിൽ ഏതൊക്കെ കലാരൂപങ്ങളുണ്ടോ ഈ കലാരൂപങ്ങളെല്ലാം ഉണ്ടായത് ഒരൊറ്റ ഈശ്വരന്റെ അനുഗ്രഹത്തിൽ നിന്നാണ്. ഏത് ഈശ്വരന്റെ അനുഗ്രഹത്തിൽ നിന്നാണ്? പി എഴുതുന്നുണ്ട്, കോട്ടയം നാട്ടിലെ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുനടയിൽ നിന്നാണ് മുടിയേരി പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ വരപ്രസാദത്തിൽ നിന്നാണ് വിഖ്യാതമായ കേരളീയ നൃത്തകളിലെ വീരമംഗള ധ്വനി ഉയരുന്നത് എന്ന് എഴുതി വെക്കുന്നുണ്ട് പി കുഞ്ഞിരാമൻ നായർ. ഒന്ന് വായിച്ചു നോക്കൂ പിയുടെ വിചാരവിഹാരം. 78 ലേഖനങ്ങളുള്ള മനോഹരമായ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചാൽ നമുക്ക് കാണാം. കോട്ടയം നാട് ഏത് കോട്ടയം? എറണാകുളത്തിന്റെ അപ്പുറമുള്ള കോട്ടയമല്ല, പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിന്റെ തട്ടകമായ കോട്ടയം നാട് പുരളീമല കേന്ദ്രമാക്കിക്കൊണ്ട് 12 വർഷം ഒരു വ്യാഴവട്ടക്കാരൻ ബ്രിട്ടീഷുകാരനെ അട്ടിയറവ് പറയിപ്പിച്ച, അവരെ മൂക്കുകൊണ്ട് മണ്ണ് തൊഴിച്ച കുറിച്യ വംശത്തെ കൂടെ ചേർത്ത ആ വയനാട്ടിലെ മലനിരകളിൽ നിന്ന് തന്റെ വീര പോരാട്ടത്തിന്റെ മഹിമയുടെ പുതിയ ഗർജനം മുഴക്കിയ ആ നരസിംഹമൂർത്തിയായ പഴശ്ശിരാജാവിന്റെ കോട്ടയം നാട്ടിലെ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുനടയിൽ നിന്ന് വയനാട്ടിലെ മാനന്തവാടിയിലെ മുതിരേരിയിലെ പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തിയാലെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തിൽ ഉത്സവത്തിൽ കൊടികഴിഞ്ഞു. ഇന്നും കാലം പുരോഗമിച്ചില്ലേ? യന്ത്ര സാങ്കേതിക വിദ്യകൾ വന്നില്ലേ? എന്റെ മാറ്റം വരാത്തത്? മാറ്റം വരില്ല. മാനന്തവാടിയിൽ നിന്ന് മാറി ഇടിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ആ ദേവീ ക്ഷേത്രത്തിൽ മുതിരേരിയിലെ പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ വരപ്രസാദത്തിൽ നിന്നാണ് വിഖ്യാതമായ കേരളീയ നൃത്തകളിയുടെ വീരമംഗള ധ്വനി ഉയരുന്നത് എന്ന് പി എഴുതിയാൽ ഇവിടത്തെ കലാരൂപങ്ങളുടെ അടിസ്ഥാനമായ സാക്ഷാൽ പരമശിവനാണ്, നടരാജനാണ്, കൊട്ടിയൂരപ്പനാണ്, ആ വിശ്വനാഥനാണ്, കൈലാസനാഥനാണ്, മഞ്ജുനാഥേശ്വരനാണ്, പശുപതിനാഥനാണ്, ശ്രീരുദ്രനാണ്, മഹാകാലകാലനാണ്, നീലകണ്ഠനാണ്. ആ നീലകണ്ഠനാണ്, പരമശിവനാണ് നമ്മുടെ എല്ലാ കലാരൂപങ്ങളുടെയും അടിസ്ഥാനം. ഇവിടുത്തെ കുടുംബം നോക്കൂ, അച്ഛനെ നോക്കൂ, അമ്മയെ നോക്കൂ, മക്കളെ നോക്കൂ, വിദ്യാഭ്യാസം നോക്കൂ, പ്രാർത്ഥന നോക്കൂ, ഈ പ്രകൃതി നോക്കൂ, അതിർത്തി നോക്കൂ, കലാരൂപങ്ങൾ നോക്കൂ. നമ്മുടെ സർവത്ര മൂല്യങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് ഈ പ്രപഞ്ച പിതാവിന്റെ പേരിലാണ്. ആ പ്രപഞ്ച പിതാവിന്റെ സ്വരൂപങ്ങളാണ് ഓരോ വീട്ടിലെയും അച്ഛനും അമ്മയും മക്കളും. നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ ധർമാചരണത്തിൽ മാറ്റിവെക്കും. എന്നിൽ നിക്ഷിപ്തമായ എന്റെ മുഖ്യ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക. അച്ഛനിൽ പിതൃഭാവം ഉണ്ടാകട്ടെ, അമ്മയിൽ മാതൃഭാവം ഉണ്ടാകട്ടെ.
ഒരു മാതൃഭാവവും പിതൃഭാവവും സമ്പന്നമായാൽ ആ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരാണവർ. നല്ലവരായ നമ്മുടെ മക്കളെ കൂടുതൽ നല്ലവരാക്കി ധാർമ്മിക ബോധമുള്ളവരാക്കി വളർത്താൻ എന്റെ മുന്നിലിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ ശിവകുടുംബത്തിലെ ഏതെങ്കിലും ചെറിയ 1 2 മൂല്യങ്ങളെങ്കിലും ജീവിതത്തിൽ ഒന്ന് നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകുക. വിശാലമായ ഈ കുടുംബ സംവിധാനത്തെ നമ്മുടെ മക്കളോട് കേട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്ന് ചർച്ച ചെയ്യുക. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമ്മൾ എങ്ങനെ മാറണം, ആ മാറാനുള്ള ഒരു ശംഖധ്വനിയായി ഈ ഒരു വൈദിക സദസ്സിലെ ഈ വിഷയത്തെ നാം മനസ്സിലാക്കണം. 8:20 ആണ് എന്നോട് പറഞ്ഞത്. 8:25 ആയി എന്നുള്ളത് കൊണ്ടും ശിവകുടുംബം ആദർശ കുടുംബം എന്നൊരു വിഷയത്തിന്റെ പാതി ഭാഗം ഇത്രയാണ്. ബാക്കി പകുതി ശിവരൂപവും ശിവസങ്കല്പവും ശിവക്ഷേത്രവും ശിവനാമങ്ങളും അതിന്റെ പ്രത്യേകതകളും ശിവന്റെ പഞ്ചമുഖ സങ്കല്പങ്ങളും ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുടുംബ സംവിധാനത്തിൽ നമുക്ക് ശിവന്റെ ഈ കുടുംബ സംവിധാനത്തെ, ആദർശ കുടുംബത്തെ, ഐഡിയൽ ഫാമിലിയെ, ഈ ഫാമിലിയെ നമുക്ക് ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നമുക്ക് പുനർജീവിപ്പിക്കാം. അതിനുള്ള ഒരു നന്ദി കുറിക്കലായി മാറട്ടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി പ്രകാശിക്കുന്ന ശമ്പളത്തിന് പ്രിയ ഭക്തജനങ്ങളെ, ഇന്ന് മണ്ഡലകാല മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് 21 ദിവസം നീണ്ട് വളരെ നല്ല രീതിയിൽ ഇത്രയും ദിവസങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തി ഈ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. ഇനിയും കുറെ ദിവസം കൂടി ബാക്കിയുണ്ട്. ഇന്നും ഈ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള OS സതീഷ് ജിക്ക് വൈദിക വിദ്യാലയ സദസ്സിന്റെ ഈ ക്ഷേത്ര സമിതിയുടെ പേരിൽ ആർദ്രമായി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ സദസ്സിൽ അധ്യക്ഷ പദം അലങ്കരിച്ച അർമ്മകർക്കും വൈദിക വിദ്യാലയ സദസ്സിന്റെ പേരിലും ക്ഷേത്ര സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സദസ്സിൽ സ്വാഗതം ആശംസിച്ച രമേഷ് ജി, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പ്രഭാഷണം പരിചയം വളരെ ശ്രദ്ധാപൂർവം സ്വീകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓം നമോ ദേവീ നമഃ. ഓം ദേവി